സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ ശബരിമല വ്രതം നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്കും ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. മുസ്ലിം വിഭാഗത്തെയും ന്യൂനപക്ഷ വിഭാഗത്തെയും ശക്തമായി ആക്ഷേപിക്കാനുള്ള നടപടികളുമായി നമ്മുടെ രാജ്യത്ത് സംഘപരിവാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായ എല്ലാ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് കാര്യത്തിലും അത്തരമൊരു നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. ആ ഒരു ഘട്ടത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകത്തക്ക രീതിയിലുള്ള പരാമർശങ്ങളില്ലാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി ഇപ്പോൾ വിശദീകരണം നൽകി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും. വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങി വെച്ച മലപ്പുറം വിരുദ്ധ വിദ്വേഷ പ്രസ്താവന കുറച്ചുകൂടി കടുപ്പിക്കുന്നു BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. അത് പോസിറ്റീവാണെന്ന് ഒരു പടി കൂടി കടന്നു പറയുന്നത് മറ്റാരുമല്ല, രാജ്യത്തിന്റെ ഒരു മന്ത്രിയാണ് ശ്രീ ജോർജ് കുര്യൻ. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അതിനോട് മയപ്പെട്ട രീതിയിലാണ് പ്രതികരണം അല്പസമയം മുൻപ് നടത്തിയത്. പലതവണ പറഞ്ഞ് ആവർത്തിച്ച് പൊളിഞ്ഞ വ്യാജ ആരോപണങ്ങൾ വീണ്ടും വിഷത്തിൽ മുക്കി വിളമ്പുന്നത് എന്തിനാണ്? ധ്രുവീകരണ ലക്ഷ്യം അതിലുണ്ടോ? മലപ്പുറത്തോട് ചൊരുക്ക് എന്തിനാണ്, ആർക്കാണ്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ P. K. നവാസ്, ശ്രീ ഉല്ലാസ് ബാബു, ശ്രീ രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് അമീൻ ഹസൻ, ശ്രീ N. K. അബ്ദുൽ അസീസ് എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ ഉല്ലാസ് ബാബുവിലേക്ക് പോവുകയാണ്. ശ്രീ ഉല്ലാസ് ബാബു, വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ ഇപ്പോൾ INL നേതാക്കൾ പോയി കാണുകയും അദ്ദേഹം പിന്നോക്കക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാനായ നേതാവാണ് എന്നൊക്കെ അദ്ദേഹത്തെ വെള്ളപൂശി ശ്രമിക്കുകയും ചെയ്തു. ഓക്കെ, അദ്ദേഹം പറയുന്നത് സാമുദായിക താല്പര്യം വെച്ചാണ് എന്ന് പറയും, ആ ആംഗിൾ കാണും. അതിനെടുത്ത് പിടിച്ചുകൊണ്ട് മലപ്പുറത്ത് എന്താണ് ഈ പറയുന്ന നോമ്പ് കാലത്ത് പച്ചവെള്ളം കിട്ടില്ല എന്നൊക്കെ നിങ്ങളുടെ നേതാക്കൾ വന്ന് പച്ച നുണ ആവർത്തിക്കുന്നതിന് ലക്ഷ്യം എന്താണ് ശ്രീ ഉല്ലാസ് ബാബു? അല്ല, രണ്ട് കാര്യങ്ങളുണ്ടല്ലോ ശ്രീ ഹാഷിം ഭായി. അതിനകത്ത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വിഷയമായിക്കോട്ടെ, ബഹുമാനായിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ പറഞ്ഞ വിഷയമായിക്കോട്ടെ, നമ്മളൊരു കാര്യം ചർച്ച ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ വിഷയം തന്നെ ആദ്യത്തെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ആ കമ്മ്യൂണിറ്റിയെ പരിപൂർണമായിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള യോഗ്യതയുള്ള ആളുമാണ്, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സമൂഹം പാർശ്വവൽക്കരിക്കപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ സമൂഹത്തിന് അവിടെ പ്രയാസങ്ങൾ നേരിടുന്നു എന്നുള്ളത് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അത് സംസാരിക്കാനുള്ള അവകാശമില്ലേ? ന്യൂനപക്ഷങ്ങൾ പല സ്ഥലങ്ങളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, പല പ്രതിസന്ധികൾ അനുഭവിക്കുന്നു എന്ന് പറയാൻ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം പോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം നൽകുന്ന ആ വിഭാഗത്തിന് പ്രയാസം അനുഭവിക്കുന്നു എന്ന് പറയാനുള്ള പരിപൂർണമായിട്ടുള്ള അവകാശം വെള്ളാപ്പള്ളി നടേശനുമുണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹം മൊത്തം കേരളത്തിൻ്റെ SNDPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇഴവ സമൂഹം മലബാർ ഏരിയകളിൽ ഇഴവ സമൂഹം കുറച്ച് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നതും അതിൻ്റെ പ്രയാസങ്ങളും അവരുടെ വളർച്ചാ പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ട് ബിസിനസ് പരമായിക്കോട്ടെ, സാമ്പത്തികപരമായിക്കോട്ടെ, വിദ്യാഭ്യാസപരമായിക്കോട്ടെ, മറ്റു മേഖലകളിൽ അവർ പുറകോട്ട് പോകുന്ന ഒരു നിലപാടുകൾ കൃത്യമായിട്ട് അദ്ദേഹം പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹം അത് പഠിക്കാതെ വിഷയത്തെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യില്ല. അതിനെ ഒരു ഹിന്ദു വേഴ്സസ് മുസ്ലിം എന്ന് പറയപ്പെടുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ അതിനെ നറേറ്റീവ് സൃഷ്ടിക്കപ്പെടേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ഒരു മേഖലയിൽ അല്ലല്ല, ഞാൻ പറയുന്നത് അത് രണ്ട്, താങ്കൾ പറയുന്നത് രണ്ടാണ്. ഉല്ലാസ് ബാബു, താങ്കൾ പറയുന്നത് രണ്ട്, ഇപ്പോ അവർ കിട്ടുന്നില്ല എന്ന് SNDPക്ക് പ്രശ്നമുണ്ട്, NSSന് പ്രശ്നമുണ്ട്, MESന് പ്രശ്നമുണ്ട്, മുസ്ലിം സംഘടനകൾക്ക് പ്രശ്നമുണ്ട്, ക്രൈസ്തവ സംഘടനകൾക്ക് പ്രശ്നം, എല്ലാവർക്കും ഉണ്ട്. ഏത് സമുദായ സംഘടനകൾക്കാണ് ഞങ്ങൾക്കെല്ലാം കിട്ടി, ഞങ്ങൾ തികഞ്ഞു എന്ന് തൃപ്തിയോടെ പറയാൻ കഴിയും? അങ്ങനെ തൃപ്തിയോടെ പറയാൻ പാടില്ല. കാര്യം കൂടുതൽ കിട്ടുക എന്നുള്ളതാണല്ലോ എല്ലാ നേതൃത്വ നിലപാട്. പക്ഷേ ഇവിടെ അതല്ലല്ലോ. ഇവിടെ തികച്ചും വർഗീയമായി അതൊരു പ്രത്യേക വിഭാഗത്തിന്റെ രാജ്യമാണ്. അവിടെ ആർക്കും ഒന്ന് നിലപാട് അഭിപ്രായം പറയാൻ കഴിയാത്ത ഒരു പ്രത്യേക ആൾക്കാരുടെ സംസ്ഥാനമാണ് എന്നൊക്കെ പറയുന്ന രാജ്യവിരുദ്ധ പ്രസ്താവനയെ BJP പോസിറ്റീവാണെന്ന് പറയുന്നത് എന്താണ്? അത് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി പറയുക, അത് സെഡീഷൻ അല്ലേ? രാജ്യവിരുദ്ധ പ്രസ്താവനയല്ലേ നടത്തിയത്? നമ്മുടെ രാജ്യത്തുള്ള ഒരു സംസ്ഥാനം മറ്റൊരു രാജ്യമാണ് എന്ന് പറയുന്നതിന് ഒരു കേന്ദ്രമന്ത്രി അത് പോസിറ്റീവാണെന്ന് പറയുക വഴി അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തുകയല്ലേ? ഉല്ലാസ് ബാബു, ചെയ്യാവോ അത്?
ഇല്ല ഹാഷ്മി ഭായ്, അതിനെ ആ വക തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ അഡ്രസ്സ് ചെയ്ത കാര്യങ്ങൾ ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട് സർ. അദ്ദേഹം അത് കൃത്യമായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്തേണ്ട ബാധ്യതയും അദ്ദേഹത്തിനുണ്ട്. അത് മാനവീയം ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ പോയിട്ടുള്ള കേസടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. ബഹുമാനായിട്ടുള്ള ഇന്നത്തെ UDF-ന്റെ രാജ്യസഭ MP ആയിട്ടുള്ള ശ്രീ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ നേതൃത്വത്തിൽ എന്തിനാണ് സുപ്രീം കോടതിയിൽ കേസിന് പോയിട്ടുള്ളത്? സുപ്രീം കോടതിയിൽ കേസിന് പോയിട്ടുള്ള വിഷയം റിസർവേഷനുമായി ബന്ധപ്പെട്ട വിഷയം. മാനവീയം ട്രസ്റ്റ് എന്താണ്? ഞാൻ ആ ട്രസ്റ്റ് മാനവീയം ട്രസ്റ്റ് എന്താണ്? ഹാഷ്മി ഭായ്, ആ ട്രസ്റ്റിന്റെ ഹാഷ്മി ഭായ്, ആ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പോയിട്ടുള്ള കേസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആ കേസിൽ റിസർവേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു കേസിൽ ആ സുപ്രീം കോടതിയിൽ ഇന്ന് പോയിരിക്കുന്ന കേസ് ഇപ്പോൾ അവരെന്തിനാണ് അവിടെ വാദിക്കുന്നത്, അത് പരിപൂർണമായിട്ട് ഇഴവന് ബാധിക്കപ്പെടുന്നു എന്നുള്ളത് കൃത്യമായിട്ടുള്ള ബോധ്യം വെള്ളാപ്പള്ളി നടേശനുണ്ട്. ഒപ്പം തന്നെ കൃത്യമായിട്ട് ഞാൻ പറയാം, ഇഴവ സമൂഹം പറയൂ എവിടെയാണ് ഞാൻ ഒന്നാമത് മാനവീയം ട്രസ്റ്റും ഹാരിസ് ബീരാനുമായി ബന്ധം എന്താണ്? കാശ്മീർ ഭായ് പറയൂ. മാനവീയം ട്രസ്റ്റും ഹാരിസ് ബീരാനുമായി ബന്ധം എന്താണ്? മാനവീയം ട്രസ്റ്റും ഹാരിസ് ബീരാനുമായി ബന്ധം എന്താണ്? സുല്ലാസ് ബാബു ആസ് എൻ അഡ്വക്കേറ്റ് അദ്ദേഹമാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ കൃത്യമായി പറഞ്ഞു തന്നത്. അത് ആ കേസിൻ്റെ പോക്ക് എവിടെ നിന്നായിരുന്നു എന്ന് നിങ്ങൾ നോക്കണം. അത് 92 മുതലുള്ള ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കണം. അവിടെ നിരവധി കമ്മീഷനുകൾ ഇവിടെ ഉണ്ടായി. ആ കമ്മീഷനുകളിൽ പാലോളി കമ്മീഷൻ്റെ സജഷൻസുകൾ പരിപൂർണമായിട്ട് ആ റെക്കമെൻഡേഷൻസിൽ കൂടുതൽ പരിഗണന കിട്ടും. കോശി കമ്മീഷനടക്കം ഹരിഹരൻ നായർ കമ്മീഷനടക്കം അടിയിൽ പോയി. അതാരും പുറത്തു വന്നില്ല. നമ്മളാരും അതിന് വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പുറകിലുള്ള കൃത്യമായിട്ട് നോക്കുന്ന സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന സമയത്തും ഒന്നുകിൽ താങ്കൾ കാര്യമറിയാതെ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ താങ്കൾ വ്യാജം പറയുകയാണ്. ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. സംഭവം എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞുതരാം. ഹാരിസ് ബീരാനും ഈ കേസ് ബന്ധം എന്താണ്? ഹാരിസ് ബീരാന്റെ പിതാവിന്റെ ഒരു സംഘടന ഈ പറയുന്ന രീതിയിൽ സംവരണ പട്ടിക പുതുക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിലേക്ക് പോകുന്നു. സംവരണ പട്ടിക പുതുക്കണം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മാത്രമല്ല, OBC-യുടെ മുഴുവൻ സംവരണ പട്ടിക പുതുക്കണം. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. സംവരണ പട്ടിക കാലാനുസൃതമായി പുതുക്കണം എന്നുള്ള ചട്ടം പാലിക്കപ്പെടുന്നില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹാരിസ് ബീരാന്റെ പിതാവ് ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ആ ഹർജിയിൽ കക്ഷി ചെയ്യുന്ന ഒരു ട്രസ്റ്റാണ് മാനവീയം ട്രസ്റ്റ്. മാനവീയം ട്രസ്റ്റ് ഏതെങ്കിലും മുസ്ലിം സംഘടന ട്രസ്റ്റാണോ? മാനവീയം ട്രസ്റ്റ് ഞാൻ പറഞ്ഞോട്ടെ. മാനവീയം ട്രസ്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും മുസ്ലിം സംഘടന ട്രസ്റ്റ് അല്ല. മാനവീയം ട്രസ്റ്റ് എന്ന് പറയുന്നത് മറ്റ് OBC മുസ്ലിം ഇതര മറ്റ് OBC-കളുണ്ട്. പട്ടികജാതി പട്ടികവർഗ അടക്കമുള്ള മറ്റ് വണിക വൈശ്യ സംഘം അടക്കമുള്ള മറ്റ് OBC വിഭാഗങ്ങളുണ്ട്. ആ മറ്റ് OBC വിഭാഗങ്ങൾക്ക് ഈ പറയുന്ന നായർ, ഈഴവ, മൈനസ് ഹിന്ദു വിഭാഗത്തിലുള്ള ഈ പറയുന്ന ബാക്കി വിഭാഗങ്ങൾക്ക് വളരെ ഗണ്യമായ തോതിൽ ഈ പറയുന്ന രീതി എല്ലാ പട്ടികയിലും അവരുടെ പിന്നോക്കാവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഇതര ട്രസ്റ്റാണ് മാനവീയം ട്രസ്റ്റ്. ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ സുപ്രീം കോടതിയിലേക്ക് പോയി. കോടതി അനുകൂലമായി അതിന് വിധി പറഞ്ഞു. കേന്ദ്ര സർക്കാർ അപ്പീൽ സുപ്രീം കോടതിയിലോട്ട് പോയി. സുപ്രീം കോടതി ഇത് കാലാനുസൃതം പരിഷ്കരിക്കാൻ 1 വർഷം സമയം കൊടുത്തു. 1 വർഷമായിട്ട് ഒന്നും ഉണ്ടായില്ല. കണ്ടന്റ് ഓഫ് കോർട്ട് പോയി. അത് ഈ പറഞ്ഞ മാനവീയം ട്രസ്റ്റ് എന്ന് പറയുന്ന സംഘടനയും ഹാരിസ് ബീരാന്റെ പിതാവിന്റെ സംഘടനയും കൂടി ചേർന്നാണ് പോകുന്നത്. കണ്ടന്റ് ഓഫ് കോർട്ടിൽ കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു ചീഫ് സെക്രട്ടറിക്ക്. ഒരു മാനവീയം ട്രസ്റ്റ് ഏതെങ്കിലും മുസ്ലിങ്ങളുടെ തലയിൽ അല്ലെങ്കിൽ ഹാരിസ് ബീരാന്റെ തലയിൽ വെക്കല്ലേ? ഉല്ലാസ് ബാബു തെറ്റിദ്ധരിപ്പിക്കലാണ്. ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കപ്പെടല്ല. ഹാഷ്മി ഭായ്, ഒരു കാര്യം മനസ്സിലാക്കണം. അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശവും ദുരുദ്ദേശവും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അത് കൃത്യമായിട്ട് തന്നെയാണ്. ജനസംഖ്യ അടിസ്ഥാനത്തിൽ അതിൻ്റെ 10 വർഷം കൂടുമ്പോൾ വരുന്ന മാറ്റങ്ങൾക്ക് അതല്ലെങ്കിൽ അനുസരിച്ച് പെർസെൻറ്റേജ് നിശ്ചയിക്കപ്പെടണം എന്ന് പറയപ്പെടുമ്പോൾ അതിൽ പ്രയാസം അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് കൃത്യമായിട്ട് ഈ സമൂഹമാണെന്നുള്ള ബോധ്യമുണ്ടെന്ന് ഞാൻ OBC വിഭാഗത്തിൻ്റെ കൺസോർഷ്യവും OBC വിഭാഗത്തിൻ്റെ കൂട്ടായ്മയും അതിൻ്റെ പ്രയാസങ്ങളും ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന അതൊരു മുസ്ലിം കോസ് അല്ല. അത് അറിയാത്ത ഒരാളാണെന്ന് എന്നെ അതൊരു മുസ്ലിം കോസ് അല്ല. വെള്ളാപ്പള്ളി പറയുന്നത് ഘടകമില്ല. ഞാൻ പറയാം ഈ പറയുന്ന ദുരുദ്വേഷമാണ് ഞാൻ പറയുന്നത്. എന്താ ദുരുദ്വേഷം? ഞാൻ പറഞ്ഞുതരാം. ഉല്ലാസ് ബാബു, ഞാൻ പറഞ്ഞുതരാം. ഈ കേസ് പഠിച്ച ആളാണ് ഞാൻ. അങ്ങ് സിമ്പിൾ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ സുപ്രീം കോടതിയിൽ ഈ മാനവീയം ട്രസ്റ്റും ഈ പറഞ്ഞ സംഘടനയും സമർപ്പിച്ച രേഖകളിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അവതരിപ്പിച്ച ഒരു കണക്ക് വെക്കുന്നുണ്ട്. ആ കണക്കിൽ പറയുന്നത് എന്താണ്? കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗം 18.3%, അവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശതമാനം 20.6%, ആനുപാതികമായ കൂടുതൽ +11%.
കേരളത്തിലെ മുസ്ലിം വിഭാഗം 26.9%, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശതമാനം 11.4%, ആനുപാതികമായ കുറവ് -136%. നായർ വിഭാഗം കേരളത്തിൽ 12.5%, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശതമാനം 21%, ആനുപാതികമായ കുറവ് കൂടുതൽ +40.5%. ഈഴവർ 22.2%, സർക്കാർ ഉദ്യോഗസ്ഥ ശതമാനം 22.7%, കൂടുതൽ 0.2%. പട്ടികജാതി 9%, സർക്കാർ ഉദ്യോഗസ്ഥ ശതമാനം 7.6%, കുറവ് -22.6%. പട്ടികവർഗം 1.2%, 0.8 ഉള്ളൂ സർക്കാർ ഉദ്യോഗസ്ഥ ശതമാനം, -49.5% പട്ടികവർഗത്തിന്റെ കണക്ക്. ഇതടക്കം പരിഹരിക്കണമെന്നാണ് സാർ ഈ ഹർജിയിലെ ആവശ്യം. ആ പട്ടികവർഗം ഒന്നും കിട്ടണം താങ്കൾ പറയുമോ? പട്ടികജാതിക്കും പട്ടികവർഗത്തിനും ഹിന്ദു വിഭാഗത്തിനും നായർ ഈഴ വിഭാഗത്തിൽ അല്ലാത്ത ബാക്കി പാവങ്ങളുണ്ടല്ലോ, അവർക്കൊന്നും വേണ്ട താങ്കൾ പറയുമോ? ഹാഷ്മി ഭായിനെ അങ്ങനെ കൊണ്ടുപോകേണ്ട. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഉദ്ദേശവുമുണ്ട് ദുരുദ്ദേശവുമുണ്ട് എന്നുള്ളത്. ദുരുദ്ദേശം എന്ന് പറയപ്പെടുന്നത് ഈഴവ സമൂഹത്തിന് അർഹമായിട്ടുള്ള കാര്യങ്ങൾ അത് ജനസംഖ്യ അടിസ്ഥാനത്തിൽ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ റിസർവേഷൻ സംവിധാനത്തിൽ നിന്ന് ഒരു കാരണവശാലും മുസ്ലിം വിഭാഗം ഒരു മതം എന്ന രീതിയിൽ റിസർവേഷൻ സംവിധാനത്തിൽ വരാൻ പാടില്ലാത്തതാണ്. OBC എന്ന് പറയപ്പെടുന്ന അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി പറയപ്പെടുന്ന സംവിധാനത്തിലോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് വിഭാഗത്തിലൊന്നും ഇത് വരാൻ പാടില്ലാത്തതാണെന്ന് അല്ല ഞാൻ പറഞ്ഞു വരാം. പട്ടികവർഗമടക്കം നായർ ഈഴവ മൈനസ് ഹിന്ദു വിഭാഗത്തിലെ ബാക്കി വിഭാഗങ്ങൾക്ക് ഈ പറഞ്ഞ ജനസംഖ്യാനുപാതികമായി ഒരു ചുക്കും കിട്ടിയിട്ടില്ല. വല്ലാത്ത വിടവാണ്, വല്ലാത്ത ഗ്യാപ്പാണ് എന്നാണ് ഈ മാനവീയ പ്രശ്നം സുപ്രീം കോടതി വാദിക്കുന്നത്. 100% ഹാഷ്മി ഭായി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, മേഖലകളിൽപ്പെട്ടത് അതിനിപ്പോ ലാറ്റിൻ നാടാരായിക്കോട്ടെ ഇത്യാദി 1% നാടാർക്ക് കിട്ടുന്നതും 4% ലാറ്റിനക്ക് കിട്ടുന്നതും 506 കിട്ടുന്നതും 706 കിട്ടുന്നതും ഒക്കെമായിട്ടുള്ള പ്രശ്നങ്ങൾ നിരവധി വേറെയുണ്ടെന്നേ. ആ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ആ വിഭാഗം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനകത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രഷർ പ്രാക്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് വിഭാഗങ്ങളുടെ ഗുണം കൂടുതൽ എടുക്കുന്ന ഒരു ശൈലി കൃത്യമായി ഉണ്ട് സർ. അത് നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല, അതിനകത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കത് കാണാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. ബഹുമാനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന് അത് കൃത്യമായി കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഇഴവ കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയേണ്ട വ്യക്തി എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ സമൂഹം പാർശ്വവൽക്കരിക്കപ്പെടുന്നു, പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം. ഇനി ഞാൻ ചോദിച്ചിട്ട് ബാക്കിലോട്ട് ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാന നിയമനത്തിൽ ബാക്കിലോട്ട് കാര്യങ്ങൾ വേണം. ഹിന്ദു വിഭാഗങ്ങളിൽപ്പെട്ട മറ്റാൾക്കാരുണ്ട്, അവർക്ക് കിട്ടാനുള്ളത് കിട്ടണം എന്നാവശ്യപ്പെടുന്ന ദുരുദ്ദേശമാവോ, രാഷ്ട്രീയ ആവശ്യമാവോ? അതെങ്ങനെയാണ് കിട്ടുക? ഹിന്ദുക്കളിൽ നായർ മാത്രമല്ലല്ലോ സാറേ, ആണോ ബാക്കിയുള്ളവർക്ക് കിട്ടാനുള്ളത് കിട്ടണം എന്നാവശ്യപ്പെടുന്ന ദുരുദ്ദേശമാവോ? വേണമെന്നുള്ള ദുരുദ്ദേശം അതിനകത്തുണ്ട് കാശ്മീർ. അതിൽ കൃത്യമായിട്ട് ഒരു വിഭാഗത്തിന് അനുപാതികമായിട്ടുള്ള ദുരുദ്ദേശം അതിനകത്തിന്റെ പട്ടികജാതിയിൽ അതോട് വിട്. പട്ടികജാതി പട്ടിക വിഭാഗത്തിന്റെ പ്രശ്നമല്ല സാർ. എല്ലാവരെയും കൂട്ടുപിടിച്ചു എന്ന വ്യാജേന ഗുണങ്ങൾ അതാണ് കൃത്യമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ അഡ്രസ് ചെയ്തത്. അത് അതുകൊണ്ട് മാനവീയം ട്രസ്റ്റിന്റെ കഥ ഇനി എവിടെയും പറയല്ലേ? ശരി, അതുകൊണ്ട് മാനവീയം ട്രസ്റ്റിന്റെ വ്യാജം ഇനി എവിടെയും പറയല്ലേ? അതുകൊണ്ട് മാനവീയം ട്രസ്റ്റിന്റെ വ്യാജം ഉല്ലാസ് ബാബു ഇനി എവിടെയും പറയല്ലേ? അത് വ്യാജമാണ്, അർദ്ധസത്യമാണ്. അത് വ്യാജമാണ്, അർദ്ധസത്യമാണ്. മാനവീയം ട്രസ്റ്റ് ലീഗിന്റെയോ ഹാരിസ് പീരാന്റെയോ സ്ഥാപനമല്ല. അവിടെ തന്നെ വിളിച്ചു പറയാനുള്ള ആർജവം വെള്ളാപ്പള്ളി നടേശൻ കാണിച്ചു എന്നല്ലേ നമ്മൾ അതിനെ കാണേണ്ടത്. അദ്ദേഹത്തിന് കിട്ടേണ്ട അതുകൊണ്ട് മാനവീയം ട്രസ്റ്റിന്റെ വ്യാജം ഇനി എവിടെയും പോയി ഇറക്കല്ലേ? തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. മാനവീയം ട്രസ്റ്റ് ഹാരിസ് പീരാന്റെ അല്ല, മുസ്ലിം ലീഗിന്റെ അല്ല, ഏതെങ്കിലും മുസ്ലിം സംഘടന ട്രസ്റ്റ് അല്ല മാനവീയം ട്രസ്റ്റ്. പഠിക്കുന്ന സമയത്ത് അതിന്റെ ഇനി ഇറക്കരുത്, അത് വ്യാജ തെറ്റിദ്ധരിപ്പിക്കല്ലേ? ദുരുദ്ദേശം എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗത്തിലേക്ക് മാത്രം പേപ്പറടക്കം ഞാൻ അയച്ചു തരാം, അങ്ങേക്ക് പേപ്പറടക്കം ഞാൻ അയച്ചു തരാം. പട്ടികജാതി പട്ടികവർഗത്തിനടക്കം നായർ ഈഴവരല്ലാത്ത ബാക്കി ആ ഹിന്ദു സമുദായത്തിലെ ഈ പറഞ്ഞ സമുദായങ്ങൾക്കുള്ള ആനുപാതികത്തിന്റെ വിടവ്, വലിയ ഗ്യാപ്പ് ഞാൻ അങ്ങ് അയച്ചു തരാം. അങ്ങ് അത് നോക്കിയതിനു ശേഷം പറയൂ ഉദ്ദേശം ദുരുദ്ദേശമാണോ, ഞാൻ അതിലേക്ക് എത്താം. ശ്രീ രാഹുൽ ഈശ്വർ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയാൻ എല്ലാ സമുദായ സംഘടനയും അവകാശമുണ്ട്, അവരങ്ങനെ പറയുകയും ചെയ്യണം. കാര്യം എന്താണ്? നാടാർ മുതൽ ഇങ്ങോട്ട് ലാറ്റിൻ നാടാർ മുതൽ ഞാൻ അയച്ചുതരാം സാർ, 706 അടക്കമുള്ള വിഭാഗങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അയച്ചുതരാം. അയച്ചാലല്ല, ലാറ്റിൻ കത്തോലിക്കലടക്കം ഈ പറയുന്ന പട്ടികജാതി പട്ടികവർഗം ധീവരുടെ അടക്കം വണിക വൈശ്യ സംഘങ്ങളുടെ അടക്കം ഞാൻ അയച്ചുതരാം. അത് വായിച്ചാൽ അങ്ങ് പറയില്ല ഈ ഉദ്ദേശം ദുരുദ്ദേശമാണെന്ന് അങ്ങ് പറയില്ല. ഞാൻ അങ്ങയിലേക്ക് എത്താം.
ഞങ്ങളിലേക്ക് എത്താം. ശ്രീ രാഹുൽ ഈശ്വർ, ഈ പറയുന്ന കാര്യം പറയാൻ എല്ലാ സാമുദായിക നേതൃത്വത്തിന് അവകാശമുണ്ട്. അവരത് പറയണം, അത് അവരുടെ ജോലിയാണ്. രാഹുൽ ഈശ്വർ, പക്ഷെ അത് പറഞ്ഞു വരുമ്പോഴേക്കും അത് പ്രത്യേക രാജ്യമാണ്, അത് പ്രത്യേക സംസ്ഥാനമാണെന്ന് പറയുന്നത് സെഡീഷൻ പറയരുത്. അതിനെ പിന്തുണയ്ക്കുന്നവർ അവിടെ നോമ്പുകാലത്ത് പച്ചവെള്ളം കിട്ടില്ലെന്ന് പച്ചക്കള്ളം ആവർത്തിക്കരുത്. ഇതൊക്കെ പച്ചക്കള്ളമാണെന്ന് അറിയാത്ത ആൾക്കാരാണോ സുരേന്ദ്രൻ? അല്ലല്ലോ. അത് പിന്നെയും ആവർത്തിക്കുന്നത് ശ്രീ രാഹുൽ ഈശ്വർ, അത് പിന്നെയും ആവർത്തിക്കുന്നത് ഇവിടെ ധ്രുവീകരണ ലക്ഷ്യം വെച്ചാണ് രാഹുൽ ഈശ്വർ. അത് കരുതലോടെ ഇരിക്കണം. ഹാഷ്മി 3 പോയിന്റ് 2.5 മിനിറ്റ്, അങ്ങ് ഏകദേശം 13 മിനിറ്റ് നമ്മുടെ ഉല്ലാസ് ജിയുമായി തർക്കിച്ചു. എനിക്ക് 2.5 മിനിറ്റ് തന്നാൽ മതി. ഞാൻ പറയുന്ന ഒരു പോയിന്റ് പോലും അങ്ങേക്ക് കോൺട്രഡിക്ട് ചെയ്യാൻ കഴിയില്ല. ആദ്യം ഒന്നാമത്തെ പോയിന്റ് റിക്വസ്റ്റ് ആണ്. എൻ്റെ പേര് രാഹുലീശ്വർ നമ്പൂതിരി എന്നാണ്. വെള്ളാപ്പള്ളി സാർ എൻ്റെയും എന്താ പറയണേ കാരണവർ തുല്യനാണ്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പോലെ 80-90 വയസ്സായ ഒരു വ്യക്തി അഡ്രസ്സ് ചെയ്യുമ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്നോ അല്ലെങ്കിൽ MA ബേബി സാർ അഡ്രസ്സ് ചെയ്ത പോലെ വെള്ളാപ്പള്ളി നടേശൻ ജി എന്നോ വെള്ളാപ്പള്ളി നടേശൻ സാർ എന്നോ അഡ്രസ്സ് ചെയ്യണം. ശ്രീ സുരേന്ദ്രജിയും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ശബരിമലയ്ക്ക് വേണ്ടി പോരാടിയതാണ്. ഒരു ഫേസ്ബുക്ക് പോരാളിയൊന്നുമല്ല, വിശ്വാസിക്ക് വേണ്ടി പോരാടിയതാണ്. അപ്പോൾ ആരും അവരെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവരോട് വിയോജിക്കാം, പക്ഷേ ബഹുമാനത്തോടെ വിയോജിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, വെള്ളാപ്പള്ളി സാർ പറഞ്ഞത് കള്ളമാണെന്ന് വെള്ളാപ്പള്ളി സാറിനും അറിയാം, നമുക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. സുരേന്ദ്രൻജി പറഞ്ഞത് വസ്തുതയല്ലെന്ന് കേൾക്കുന്നവർക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം, മലപ്പുറം താമസിക്കുന്നവർക്കും അറിയാം. അപ്പോൾ ഈ വസ്തുതകളല്ലാത്ത കാര്യം പറയുന്നതിന് ഒരു കാരണമുണ്ട്. അതാണ് എൻ്റെ മൂന്നാമത്തെ പോയിന്റ്. ഇപ്പോൾ 1 മിനിറ്റേ ഉള്ളൂ, ഇനി എനിക്ക് 1.5 മിനിറ്റ് ഉണ്ട്. ഈ പറയാൻ പോകുന്ന കണക്കുകൾ ഹാഷ്മിയെ ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്, ഹാഷ്മിയെ വെല്ലുവിളിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും തെറ്റാണെന്ന് പറയാൻ. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി സാർ അടക്കം ശ്രീ സുരേന്ദ്രൻജി അടക്കം ഇങ്ങനെ ഒരു നെറേറ്റീവ് പറയുന്നതിന്റെ ഉത്തരവാദിത്വം ശ്രീ ഹാഷ്മിക്ക് കൂടെയാണ്, ശ്രീകണ്ഠൻ നായർ സാർക്കാണ്, വേണുജിക്കാണ്, നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കാണ്. ഞാൻ അടുത്ത കുറെ കണക്കുകൾ വായിക്കാം. കേരളത്തിൽ ഏകദേശം 50% അല്ലെങ്കിൽ 54% ഹിന്ദുക്കൾ ഉള്ളത്. ആത്മഹത്യയിൽ 80% ഹിന്ദുക്കളിലാണ് സംഭവിക്കുന്നത്. മദ്യപാനവും മയക്കുമരുന്നും 83.7% മദ്യപാനം പ്രത്യേകിച്ച് ഹിന്ദുക്കളിലാണ്. ഇത് DGP ആയിരുന്ന സിബി മാത്യൂസിന്റെ കണക്കാണ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റിൽ. വ്യത്യസ്ത വേറെ പഠനങ്ങളുണ്ട്, സമയക്കുറവ് പോലും പറയുന്നില്ല. കുടുംബ തകർച്ചകൾ 80% നടക്കുന്ന ഹിന്ദുക്കളിലാണ്. ജനസംഖ്യാ തകർച്ച ഏറ്റവും നടക്കുന്ന ഹിന്ദുക്കളിലാണ്. യഥാർത്ഥത്തിൽ മലപ്പുറത്തിന് ഒരു പ്രശ്നവുമില്ല, പക്ഷേ അത് പകുതി സത്യം മാത്രമാണ്. അതാണ് ഹാഷ്മി പറയാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥ പ്രശ്നം പത്തനംതിട്ടയിലാണ്. ഓരോ വർഷവും പത്തനംതിട്ട കാട് കയറുകയാണ്, കുമ്പനാട് പ്രേതനഗരമായി മാറുകയാണ്, സ്കൂളുകൾ അടയ്ക്കുകയാണ്, കോളേജുകൾ അടയ്ക്കുകയാണ്, ഹോസ്പിറ്റൽ അടയ്ക്കുകയാണ്. ഞാൻ ഹാഷ്മിയെ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, ഒരിക്കലെങ്കിലും ഹാഷ്മി കുമ്പനാടിനെ കുറിച്ച് ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ടോ? BBC-ക്കാർ ലണ്ടനിൽ നിന്ന് വന്ന് സ്റ്റോറി ചെയ്തു. അതായത് കുമ്പനാടും പത്തനംതിട്ടയും തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള സ്ഥലങ്ങൾ. ഞങ്ങളുടെ ജനസംഖ്യ തകരുകയാണ്. കഴിഞ്ഞ ഒരു വർഷം എടുത്താൽ, കണക്കുകൾ എടുത്താൽ 1 ലക്ഷത്തോളം കുട്ടികൾ കുറവാണ് ഹിന്ദു സമൂഹത്തിന് ജനിച്ചത്. 27% നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഇരട്ടിയുണ്ട്, നമ്മൾ 50% ഹിന്ദുക്കൾ. പക്ഷേ മുസ്ലിം കുട്ടികളാണ് ഈ നാട്ടിൽ കൂടുതൽ ജനിക്കുന്നത്. കാരണം ഞങ്ങളുടെ ഹിന്ദുക്കൾ ഒരു ജനസംഖ്യാ തകർച്ചയിലേക്ക് പോവുകയാണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും വിഷയം നിങ്ങളുടെ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്നുണ്ടോ? ഇല്ലാത്തപ്പോൾ ഞങ്ങൾ ലവ് ജിഹാദ് എന്നും ലാൻഡ് ജിഹാദ് എന്നും കള്ളം പറയുകയാണ്. ഇല്ലാത്തപ്പോൾ ഞങ്ങൾ കുട്ടികളെ കോഴിക്കോട് നിന്ന് അഫ്ഗാനിസ്ഥാനിലോട്ട് കപ്പൽ കയറ്റി എന്ന് കള്ളം പറയുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ കടലില്ല, അതാണ് അതിന്റെ തമാശ. അഫ്ഗാനിസ്ഥാനിലോട്ട് കപ്പൽ കയറ്റി കുട്ടികളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിലുള്ള ആൾക്കാർ ചിരിക്കും. പക്ഷേ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാനും ഹിന്ദുക്കളെ ഒന്നിച്ചു നിർത്താനും ഞങ്ങളൊരു നറേറ്റീവ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി കള്ളം പറയുകയാണ്. ഈ കള്ളം തിരുത്താനും ഇതല്ല, ഹിന്ദുക്കൾക്ക് മറ്റ് പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. കാര്യം അത് ഹിന്ദു ഐക്യത്തിന് വഴിതെളിക്കും. അപ്പൊ ഹിന്ദുക്കളുടെ യഥാർത്ഥ പ്രശ്നം മാധ്യമങ്ങളോ പൊതുസമൂഹമോ ചർച്ച ചെയ്യുന്നില്ല, മുഖ്യധാരാ പാർട്ടികൾ ചർച്ച ചെയ്യുന്നില്ല, കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റുകാരോ ബോധർ ചെയ്യുന്നില്ല, മുഖ്യധാര നിങ്ങളെ ഹാഷ്മി അടക്കമുള്ള അവതാരകർ ചൂണ്ടിക്കാണിക്കുന്നില്ല. അപ്പൊ ഇത്തരം കള്ളങ്ങളിലൂടെയും 3-ന് പകരം 32,000 പെൺകുട്ടികളെ അടിച്ചുകൊണ്ട് പോയി എന്ന കേരള സ്റ്റോറിയിലൂടെയും ഞങ്ങൾ കള്ളം പറയുന്നതാണ്. ഇതാണ് ഇതിന്റെ പച്ച പരമാർത്ഥം. എങ്ങനെങ്കിലും വിഘടിച്ച് കിടക്കുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു സമൂഹത്തെ എനർജൈസ് ചെയ്ത് നിർത്താൻ ലവ് ജിഹാദ് എന്ന്, ലാൻഡ് ജിഹാദ് എന്ന്, തുപ്പൽ ജിഹാദ് എന്ന്, തുമ്മൽ ജിഹാദ് എന്ന്, ഹലാൽ ജിഹാദ് എന്ന് ഞങ്ങൾ കള്ളം പറയുകയാണെന്നുള്ളതാണ് സത്യം. ഇത് കള്ളം പറയുകയാണെന്ന് പറയുന്നവർക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം. ഉദാഹരണം, മലപ്പുറത്ത് 29 ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്, അതിന്റെ ലിസ്റ്റുകളുണ്ട്. മലപ്പുറത്ത് 11 ലക്ഷം ഹിന്ദുക്കളുണ്ട്. ആ ഹിന്ദുക്കൾ വെള്ളം കുടിക്കാതെ കഴിയുകയാണോ? മലപ്പുറത്ത് ഏകദേശം അതിന്റെ ഇരട്ടി 70% മുസ്ലിങ്ങളാണ്. ഞങ്ങൾ ഏകദേശം 11-12 ലക്ഷം ആൾക്കാരുണ്ട്, ഏകദേശം 28%, ഏകദേശം 2 ലക്ഷത്തോളം ക്രിസ്ത്യാനികളുണ്ട്. അവിടെ പട്ടിണി കിടന്ന് മരിക്കുകയാണോ? പക്ഷേ ഞങ്ങൾ എന്തെങ്കിലും ഹിന്ദുക്കൾക്ക് വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ വർഗീയതയാന്ന് പറയും. ആധികാരികമായി പറയാൻ പറ്റിയ ഒരാളുണ്ട്, ജയപാൽ, അദ്ദേഹം ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ്. ശ്രീ ജയപാൽ, എന്റെ അനുഭവത്തിൽ അവിടെ നോമ്പുകാലമാണെങ്കിൽ തുറക്കുന്ന
ഹോട്ടൽ സ്വാഗതമുണ്ട് ടൗണിൽ, അവിടെ മലബാർ ഹോട്ടലുണ്ട്, ഹോട്ടൽ പ്രശാന്ത് ഉണ്ട്, ഇനി മലപ്പുറം ബസ് സ്റ്റാൻഡിനകത്ത് കുടുംബശ്രീയുടെ ഹോട്ടലുണ്ട്, തട്ടുകട ലെവലുള്ള ഒരുപാട് കടകൾ ആ സമയത്തുണ്ട്, കൊണ്ടോട്ടിയിലേക്ക് പോലുള്ള പ്രമികളയുണ്ട്, ചങ്ങനകുളത്തൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടൽ ഈ പറഞ്ഞ കെ സുരേന്ദ്രൻ നന്നായിട്ട് അറിയാവുന്ന വളരെ ടേസ്റ്റി വിഭവങ്ങൾ വിളമ്പുന്ന ഒരു ഹോട്ടലാണ്. ശങ്കരകുളത്തെ ഹോട്ടലിനെ പറ്റി കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന് അറിയാൻ കഴിയും. എന്തായാലും ശ്രീ ജയപാൽ, അവിടെ ഈ മലപ്പുറത്ത് നിങ്ങളുടെ ഈ അസോസിയേഷന് ഏതെങ്കിലും കാലത്ത് അവിടെ ഹോട്ടൽ തുറന്ന ഹോട്ടൽ അടപ്പിക്കാൻ നീക്കം നടക്കുന്നു എന്നെന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടോ? ഈ ആവർത്തിക്കുന്ന ഈ നറേറ്റീവിൽ ഇപ്പോൾ ഇത് എത്ര ഹോട്ടൽ ലിസ്റ്റ് പുറത്തു വിട്ടാലും അക്കാലത്ത് അതും പോട്ടെ, ഇനി ചില ഇസ്ലാം മത വിശ്വാസങ്ങളുണ്ട്. രാവിലെ വീട്ടിൽ എന്നോട് ക്ഷമിക്കണം, രാവിലെ വീട്ടിൽ നോമ്പാന്ന് പറഞ്ഞിട്ട് ഇറങ്ങും, അത് കള്ളനോമ്പെന്ന് പറയും. ഇനി അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇനി ആരെങ്കിലും നോമ്പാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവർക്ക് മുന്നിൽ നോമ്പല്ല എന്ന് പറയാൻ ജാള്യത ഉണ്ടെങ്കിൽ ഹോട്ടലിലെ പുറവരോട് പോയി ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് ഇപ്പം മലപ്പുറത്തുണ്ട്. അത് ഉറപ്പാത്. ശ്രീ ജയപാൽ, താങ്കളുടെ അനുഭവത്തിൽ, താങ്കളുടെ അറിവിൽ കെ സുരേന്ദ്രൻ ഇന്ന് വീണ്ടും ആവർത്തിച്ച ആ പ്രസ്താവനയ്ക്ക് എന്തെങ്കിലും സാധൂകരണമുണ്ടോ? ശ്രീ ജയപാൽ. ഒരു സാധൂകരണവും ഞാൻ കാണുന്നില്ല. ഞാൻ ഹോട്ടൽ അസോസിയേഷന്റെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്ന വ്യക്തിയാണ്. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കുന്ന, അതിപ്പോ നമ്മളുടെ ഇഷ്ടമാണ്, നമ്മുടെ ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ശതമാനം, എനിക്ക് തോന്നുന്നു 80% ഒരു പ്രത്യേക മതവിശ്വാസികളുള്ള മലപ്പുറം പോലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഹോട്ടൽ തുറന്നു പ്രവർത്തിച്ചു എന്നിരിക്കട്ടെ, നമുക്കത് ലാഭകരമായിട്ട് കൊണ്ടുപോയാലേ തുറന്നു പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ഇതൊരു ബിസിനസ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും അവിടെ ഹോട്ടലുകൾ അടഞ്ഞു കിടക്കും കൂടുതലായിട്ട്. അതിന്റെ കാരണം കച്ചവടമില്ല എന്നുള്ളതാണ്. അതല്ലാതെ ഏതെങ്കിലും തരത്തില് സ്ഥാപനം തുറന്നു പ്രവർത്തിച്ചാൽ അടപ്പിക്കാനോ അടച്ചിടാനോ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ശ്രമം ഇന്ന് വരെ മലപ്പുറത്തും നടന്നതായിട്ട് എന്റെ അറിവിലില്ല. അത് മാത്രവുമല്ല, ഈ കച്ചവടത്തിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടിയും, എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പും പല വിവാദങ്ങൾ വന്നുകൊണ്ട് പറയുകയാണ്, ഇതൊരു ബിസിനസ് നടക്കുന്ന സ്ഥാപനങ്ങളാണ്, കച്ചവട സ്ഥാപനങ്ങളാണ്. കേരളത്തിലെ ഏതൊരു കച്ചവട സ്ഥാപനം എടുത്തു നോക്കിയാൽ അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, അവരുടെ കുടുംബത്തിന്റെ ഉപജീവനം. അപ്പൊ നമ്മുടെ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ പലപ്പോഴും ഹർത്താലൊക്കെ വരുമ്പോൾ ഞങ്ങൾ അടച്ചിടുന്ന ഹർത്താലിനോടുള്ള താല്പര്യം കൊണ്ടല്ലല്ലോ. കാരണം ഞങ്ങളുടെ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാതെ വരുമ്പോൾ ഞങ്ങളത് അടച്ചിടുന്നു വൃത്തികേട് കൊണ്ട്. പക്ഷേ നോമ്പ് സമയത്ത്, പ്രത്യേകിച്ച് മലപ്പുറം പോലുള്ള അല്ലെങ്കിൽ കോഴിക്കോട് പോലുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ സ്ഥാപനം തുറന്നു പ്രവർത്തിച്ചാലും നമുക്ക് നഷ്ടത്തിലേ പോവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കില്ല. അപ്പൊ അതിനൊരു കുറ്റം കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും സ്ഥാപനം മനഃപൂർവ്വമായിട്ട് അടച്ചിടണം. ഞാൻ ചോദിക്കുന്നത്, ആർക്കെങ്കിലും ഇത്തരത്തിൽ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ആധികാരികമായി പറയുന്നത്, ഈ പറയുന്ന മലപ്പുറം എന്ന് പറഞ്ഞ തൃശ്ശൂരിന്റെ ഇപ്പുറം മുതൽ മലപ്പുറത്തിന്റെ അതിർത്തി അപ്പുറം വരെ ഈ പറയുന്ന നോമ്പ് കാലത്ത് പച്ചവെള്ളം കിട്ടില്ല, ആർക്കും അവിടെ ഭക്ഷണമില്ലാതെ അവിടെ വിഷം നലയുകയാണ് എന്നൊക്കെ പറയുന്നതിൽ വസ്തുതയുടെ തരിമ്പുണ്ടോ? ഞാൻ പറയുന്നത്, അവിടെ നോമ്പുകാരല്ലാത്ത മുസ്ലിങ്ങളാവട്ടെ, മുസ്ലിം ഇതര വിഭാഗങ്ങളാവട്ടെ, അവർക്ക് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജയപാൽ, അവിടെ ഞാൻ പറഞ്ഞാൽ നമ്മളിപ്പോ യാത്രക്കാർ 100 ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നോമ്പ് കാലത്ത് അതിൽ 20 തന്നെ തുറന്ന് പ്രവർത്തിക്കുള്ളൂ. അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെ വിശ്വാസങ്ങളുണ്ട്, കച്ചവടത്തിന്റെ കുറവുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും മുസ്ലിം സഹോദരന്മാരുടെ ഹോട്ടൽ തന്നെ എന്തോരം ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കുന്നു, അതൊന്നും ആരും അടച്ചിടിക്കുന്നില്ലല്ലോ. പക്ഷെ മലപ്പുറം പോലുള്ള സ്ഥലത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവിടെ 100% അല്ലെങ്കിൽ 80% ഒരു നോമ്പ് നോക്കുന്ന ജനങ്ങളാണുള്ളത്. അപ്പൊ അവിടെ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് അവിടെ അടച്ചിടുന്നത്. അതല്ലാതെ ആരും ബലമായിട്ട് അടച്ചിടാൻ പറയുകയോ അതല്ലെങ്കിൽ അടപ്പിക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഒരിടത്തും നടക്കുന്നുള്ള വിശ്വാസം എനിക്കുന്നില്ല. മലപ്പുറത്തൊന്നല്ല, ഒരിടത്തും പ്രബുദ്ധരായ ജനതയുള്ള അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലൂടെ വളർന്നു വന്ന കേരളത്തിലെ ഹോട്ടൽ അടക്കമുള്ള ജനങ്ങളെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഭീഷണിപ്പെടുത്തി അടപ്പിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം എനിക്ക് ഹോട്ടൽ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കില്ല. ഓക്കെ, താങ്ക് യു ജയപാൽ. ഞാൻ അങ്ങനെ ശ്രീ പി കെ നവാസിലേക്ക് പോകുന്നു. ശ്രീ പി കെ നവാസ്, ഇവിടെ സി കെ പത്മനാഭൻ തന്നെ നേരത്തെ പറഞ്ഞത് മലപ്പുറത്തെ ജനത എന്ന് പറഞ്ഞാൽ സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു തരുന്നവരാണ് എന്ന് ബി.ജെ.പിയുടെ നേതാവാണ്, ബി.ജെ.പിയുടെ ഉന്നത നേതാവാണ്. മാത്രമല്ല, അന്ന് ഏത് സമയത്താണ് നമ്മുടെ പി വി അൻവറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ തുടർച്ചയിൽ മുഖ്യമന്ത്രി പറഞ്ഞതുമായ അവിടെ ഉണ്ടായ ഒരു PR പേരില്ലാത്ത ഒരു PR സ്ഥാനമൊക്കെ പോയായിരുന്നല്ലോ. ആ സമയത്തൊക്കെ സി കെ പത്മനാഭൻ പറഞ്ഞത്, മലപ്പുറം കാണുമ്പോൾ ഇത്രയും പ്രശ്നം ആർക്കാണ് എന്ന് ചോദിച്ച നേതാവ് സി കെ പത്മനാഭൻ തന്നെയാണ്. കെ സുരേന്ദ്രൻ അറിയാം ഈ പറയുന്നത് ഒന്നാന്തരം വ്യാജമാണെന്നും അവിടെ ഭക്ഷണം കിട്ടാതിരിക്കുന്നില്ലെന്നും വെള്ളം കിട്ടാതിരിക്കുന്നില്ലെന്നും ശങ്കരൻകുളത്തൊരു ഹോട്ടലുണ്ടെന്നും അവിടെ നല്ല ഭക്ഷണം കിട്ടുമെന്നും കെ സുരേന്ദ്രൻ നന്നായിട്ട് അറിയാവുന്ന ആളാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെയും ഇത് ആവർത്തിച്ച് പറയുമ്പോൾ ലക്ഷ്യം വേറെയാണ്. ലക്ഷ്യം വേറെയാകുമ്പോൾ അതിനെ നേരിടേണ്ട രീതിയും ആ രീതിയിലാവണ്ടേ പി കെ നവാസ്? അതല്ലാതെ അതേ നാണയത്തിലുള്ള പ്രതികരണ രംഗത്തിറങ്ങിയാൽ കെ സുരേന്ദ്രനും ടീമും ഉദ്ദേശിക്കുന്ന ലക്ഷ്യം വിജയിക്കലല്ലേ നവാസ്? തീർച്ചയായും വളരെ ജാഗ്രതയോട് കൂടി ഞങ്ങൾ ഇതിനെ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ നേരിടുന്നത് വളരെ ജാഗ്രതയോട് കൂടിയാണ്.
ഹാഷ്മി. ഞാൻ ആദ്യം ഹാഷ്മിയെ ഒന്ന് അഭിനന്ദിക്കുകയാണ്. ഉല്ലാസ് ബാബു എന്ന് പറയുന്ന കഴിഞ്ഞ കുറച്ച് ദിവസമായി ചാനലുകൾ വന്നിരുന്ന് പച്ചക്കളവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ ഒരു കളവിനെ, മാനവീയവുമായി ബന്ധപ്പെട്ട കളവിനെ ഞാൻ ഈ ചർച്ചയിൽ അത് പറയണമെന്ന് ഉദ്ദേശിച്ചതാണ്. ഹാഷ്മി വളരെ കൃത്യമായി അത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിച്ചു. ഇങ്ങനെ മനുഷ്യർക്ക് നുണ പറയാൻ കഴിയുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. തൻ്റെ മനസാക്ഷിക്ക് പോലും ബോധ്യമില്ലാത്ത ഒന്നിനെ ഇങ്ങനെ കളവായി അവതരിപ്പിക്കാനും നിഷ്കളങ്കമായി ഇരിക്കാനും ഒക്കെ ഒരു മനുഷ്യർക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ഇതെന്ത് മനുഷ്യരാണ്? നമ്മൾ അത്ഭുതപ്പെട്ടു പോവല്ലേ? നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ CK പത്മനാഭൻ എന്ന് പറയുന്ന BJPയുടെ നേതാവ്, നമ്മളാരും പോയി ചോദിച്ചതല്ല. അദ്ദേഹം എൻ്റെ അനുഭവത്തിൻ്റെ പാഠപുസ്തകത്തിൽ നിന്ന് ഞാൻ പറയുന്നു. ആരാ CK പത്മനാഭൻ? മുൻ BJPയുടെ ജനറൽ സെക്രട്ടറി, BJPയുടെ മുൻ പ്രസിഡന്റ്, ദേശീയ നിർവാഹക സമിതി അംഗം, ഈ ഉല്ലാസ് ബാബുവിൻ്റെ ഒക്കെ നേതാവ്. അദ്ദേഹം തന്നെ മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ഇത്രമേൽ വർഗീയത വിളമ്പാൻ ഞാൻ ചോദിക്കുന്നത്, ഇവർക്കൊന്നും സ്വന്തം വീട്ടിൽ കുടുംബാംഗങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയുന്ന കളവാണ് എന്ന് സ്വന്തം ഭാര്യക്കോ അമ്മക്കോ മക്കൾക്കൊക്കെ അറിയുന്നില്ലേ? അവർക്ക് മുമ്പിൽ നിൽക്കാൻ ഇവർക്കൊരു ലജ്ജയില്ല. ഇവർ അവരുടെ മുമ്പിലൊക്കെ എന്ത് പറഞ്ഞായിരിക്കും അഭിനയിക്കുന്നുണ്ടാവുക? ഞാൻ ആലോചിച്ചത്. ശ്രീ സുരേന്ദ്രൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ വാചകം, ഹാഷ്മി ഇവിടെ കുറേ ഹോട്ടലുകളുടെ പേര് പറഞ്ഞു. ഹോട്ടൽ അസോസിയേഷൻ്റെ പ്രസിഡന്റ് വന്ന് ഇവിടെ പറഞ്ഞു, ഇവിടെ 29 ഹോട്ടൽ തുറന്നെന്ന കണക്ക് രാഹുൽ ഈശ്വർ പറഞ്ഞു. ഞാനൊരു ഹോട്ടലിൻ്റെ പേരും പറയുന്നില്ല ഹാഷ്മി. ഞങ്ങൾ മലപ്പുറത്തുകാർ എല്ലാ വർഷവും ഇത്തരത്തിൽ വിവാദം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കണക്കുകളുമായി വന്ന് ഇങ്ങനെ പറയേണ്ടവരാണോ? വേറെ ഏതെങ്കിലും ജില്ലയ്ക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടോ? ശ്രീ ഉല്ലാസ് ബാബു, ഞാൻ കൈകൂപ്പി നിങ്ങളോട് പറയാണ്, ദയവ് ചെയ്ത് ഇങ്ങനെ വർഗീയത തുപ്പല്ലേ. ഇങ്ങനെ വർഗീയത തുപ്പല്ലേ മലപ്പുറത്തിൻ്റെ മുകളിൽ. മലപ്പുറത്ത് നിങ്ങൾ പറയുന്ന വർഗീയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഉദാഹരണം കാണിക്കാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇല്ല എന്ന് മാത്രമല്ല, ശ്രീ ഹാഷ്മി കഴിഞ്ഞ 2 ദിവസമായി ഫേസ്ബുക്കിനകത്ത് ഇവിടുത്തെ ക്രിസ്ത്യൻ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ മറ്റു ജില്ലയിൽ നിന്ന് വന്ന് ഈ ജില്ലയിൽ താമസിച്ച് ഞങ്ങൾക്ക് ഈ ജില്ല മതി, ഈ ജില്ല വിട്ട് പോകുന്നില്ല, ഞങ്ങൾ റിട്ടയർ ചെയ്ത ശേഷം ഈ ജില്ലയിൽ താമസിക്കുന്നു എന്ന് പറയുന്ന 24 ചാനൽ കാണിച്ച നിരവധി ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ ചാനലിൽ കണ്ടു. ഞാൻ ഒരു കാര്യം ഹാഷ്മിയോട് പറയാം. ശ്രീ BJPയുടെ സുഹൃത്തിനോട് വളരെ സ്നേഹത്തോടു കൂടി, അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി ഞാൻ പറയുന്നത്, മലപ്പുറത്തിന് ഒരു മതമേ ഉള്ളൂ. അത് സ്നേഹത്തിൻ്റെ മതം ഹൃദയത്തിൽ ചാലിച്ച ജില്ലയുടെ പേരാണ് മലപ്പുറം. അത് മലപ്പുറത്ത് ജീവിക്കുന്നവരോട് ചോദിക്കണമെന്ന്. BJPയുടെ ജില്ലാ പ്രസിഡന്റിനോട് നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്ക്. അദ്ദേഹത്തിന് സുരേന്ദ്രൻ്റെ അഭിപ്രായം ഉണ്ടാവില്ല, അദ്ദേഹത്തിന് ഉല്ലാസ് ബാബുവിൻ്റെ അഭിപ്രായം ഉണ്ടാവില്ല. എനിക്ക് 100% ഉറപ്പാണ്. ഒരു പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ വന്ന് പറയാൻ പോലും അദ്ദേഹത്തിന് ധൈര്യപ്പെടില്ല. നിങ്ങൾ ഈ പച്ചക്കളവ് പറഞ്ഞ് എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് പിടച്ചു നിൽക്കുന്നത്? നിങ്ങളെ ഒരു കാര്യം ഞാൻ പറയാം ശ്രീ ഉല്ലാസ് ബാബു, നിങ്ങൾ മലപ്പുറത്തെക്കുറിച്ച് ഏതെങ്കിലും അർത്ഥത്തിൽ മലപ്പുറത്തെക്കുറിച്ച് അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഇത് തുഞ്ചൻ്റെ മലപ്പുറമാണ്, ഇത് പൂന്താനത്തിൻ്റെ മലപ്പുറമാണ്, ഇത് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ മലപ്പുറമാണ്, ഉമർ ഖാദിയുടെയും മക്കി തങ്ങളുടെയും മലപ്പുറമാണ്, ചന്തുമേനോന്റെ ഇന്ദുലേഖ പിറന്ന മലപ്പുറമാണ്, വള്ളത്തോളിൻ്റെയും ഇടശ്ശേരിയുടെയും ഉറൂബിൻ്റെയും ജില്ലയാണ് ഈ മലപ്പുറം, പാണക്കാട് കുടുംബത്തിൻ്റെയും ആഴ്വഞ്ചേരി തമ്പ്രാക്കന്മാരുടെയും പാരമ്പര്യമുള്ള ജില്ലയാണ് മലപ്പുറം, കമ്മ്യൂണിസ്റ്റ് ആചാരൻ EMS നമ്പൂതിരിപ്പാടിന്റെ ജില്ലയാണ് മലപ്പുറം, ഇത് വാര്യരുടെ മലപ്പുറമാണ്, തിരുനാവായുടെയും തളി ക്ഷേത്രത്തിന്റെയും മമ്പുറ മക്കാമിന്റെയും പവിത്രതയുള്ള മലപ്പുറമാണ്. അതിനപ്പുറത്തേക്ക് ഒരു മതത്തിന്റെയോ ജാതിയുടെ പേരിൽ ഈ മലപ്പുറത്തെ അടയാളപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. ജനസംഖ്യാനുപാതികമായ ഒരു പക്ഷേ നിങ്ങൾക്ക് മലപ്പുറത്ത് 68-70% മുസ്ലിങ്ങളെന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, മറ്റു ജില്ലകളിൽ ആലപ്പുഴ ജില്ലയിൽ ഒരു പക്ഷേ 70% ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. അങ്ങനെ ആലപ്പുഴ ജില്ലയെ അങ്ങനെയാണോ ബ്രാൻഡ് ചെയ്യേണ്ടത്? മലപ്പുറത്ത് ഇങ്ങനെയാണോ ബ്രാൻഡ് ചെയ്യേണ്ടത്? മലപ്പുറം ജില്ല, ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, കേരളം എന്ന് പറയുന്ന ഭൂമികയിൽ നിന്ന് മലപ്പുറം ജില്ലയെ വ്യത്യസ്തമാക്കുന്നത് സാംസ്കാരികപരമായി, സാഹിത്യപരമായി, രാഷ്ട്രീയപരമായി, മതപരമായി ഒരുപാട് ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഉദാഹരണങ്ങൾ സമ്മാനിച്ച മലയാള ദേശത്തിൻ്റെ പേരാണ് മലപ്പുറം എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ വർഗീയതയോടെ ഇങ്ങനെ ചവച്ചു തുപ്പിയാൽ ഒരു കാര്യം ഉറപ്പ്, തിരഞ്ഞെടുപ്പിലെ വോട്ട് പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എങ്കിൽ പുതിയ മലയാളി വിദ്യാർത്ഥി സമൂഹം ഇതൊക്കെ പഠിക്കാൻ പാകപ്പെട്ടവരാണ്, അവരിതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു പക്ഷേ രജിസ്റ്റർ കേസുകളുടെ എണ്ണം പോലും പരിശോധിച്ചാൽ മലപ്പുറത്ത് ഉദാഹരിക്കാൻ കഴിയാത്ത വിധം മലപ്പുറം അന്യമാണ്. ഉല്ലാസ് ബാബുവിനെ പോലെ ഒരാൾ വന്ന് കള്ളത്തരം പറഞ്ഞാൽ നിങ്ങളോട് പുതിയ കുട്ടികൾ വേറെ ലെവലാണ്. അവരുടെ മുന്നിൽ ഈ പറയുന്ന വ്യാജമൊന്നും വിലപ്പോവില്ല, സത്യമാണത്. ശരി, ഞാൻ തമ്പിക്കേനവാസ്, ഞാൻ സെൻകി അബ്ദുൽ അസീസ്, നിങ്ങൾ ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യ ദിവസങ്ങളിൽ ഒരു വാർത്താ സമ്മേളനം നിങ്ങൾ മനസ്സിലാക്കണം. ഹാഷ്മി ഒന്ന് ചോദിക്ക്, 2013 മുസ്ലിം സമ്മേളനം പറഞ്ഞത് ഹാഷ്മിക്ക് ഓർമ്മയില്ലെന്നുണ്ടോ? അല്ല, ഞാൻ അങ്ങനെയൊക്കെ ഞാൻ സെൻകി അബ്ദുൽ അസീസ്, ഈ പാലക്കാട് ബൈ ഇലക്ഷന്റെ കൊടുമ്പിരി കൊണ്ട ദിവസങ്ങളിൽ ഓൺ എ ഫൈൻ ഡേ പൊട്ടി വീണ് INL ഒരു വാർത്താ സമ്മേളനം ഞാൻ കണ്ടിരുന്നു. അത് മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് എഴുതിയിൽ എണ്ണ കോരാൻ വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനമായിരുന്നു. അത് ആർക്ക് വേണ്ടി ആരുടെ നിർദ്ദേശപ്രകാരമാണ് വാർത്താ സമ്മേളനം എന്ന് എനിക്ക് ഇപ്പോഴും ദുരൂഹമാണ്. ഇന്നിപ്പോൾ നിങ്ങൾ അവിടെ പോകുന്നുണ്ടല്ലേ ശ്രീ അബ്ദുൽ അസീസ്, വെള്ളാപ്പള്ളിയെ കാണുന്നുണ്ട്.
വെള്ളാപ്പള്ളി കണ്ടതിന് ശേഷം പുറത്തിറങ്ങി വെള്ളാപ്പള്ളി പറഞ്ഞ പക്കാ വിദ്വേഷ പ്രസ്താവനയ്ക്ക് നിങ്ങൾ വെള്ളപൂശുന്നുണ്ട്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ശ്രീ അബ്ദുൽ അസീസ്? ഹാഷ്മി, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആ പത്രസമ്മേളനം നടത്തിയത് എന്നാണ് താങ്കൾ ചോദിച്ചത്. ആ പത്രസമ്മേളനത്തിൽ ഞാൻ കോഴിക്കോട്ട് വെച്ച് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സത്യമായിരുന്നു എന്ന് പിന്നീട് വന്നില്ലേ? അങ്ങനെ സത്യം പറയാൻ ആരുടെയെങ്കിലും നിർദ്ദേശം എനിക്ക് ആവശ്യമുണ്ടോ ഹാഷ്മി? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുൽ അസീസ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മുനമ്പം രാഷ്ട്രീയ വിഷയമാക്കാൻ ചില ആളുകൾ വളരെ കൊണ്ടുപിടിച്ച് ശ്രമിക്കുക, പിന്നെ അത് വിലപ്പോയില്ല സത്യം, ശ്രമിക്കുകയും അവിടെ വോട്ടുണ്ടാക്കാനുള്ള ഉപായമായി നോക്കുകയും ചെയ്യുന്ന ആ സമയത്ത് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങളിൽ ഓണെ ഫൈൻ്റെ INL പൊട്ടി വീണത് നിഷ്കളങ്കമാണോ? നിഷ്കളങ്കമാണോ അബ്ദുൽ അസീസ്? അത് പറയല്ലേ, അതങ്ങ് നിഷ്കളങ്കമാണോ വിശ്വസിക്കണോ? അതിനു മുമ്പ് ഒരു പ്രസ്താവന നടത്താൻ എനിക്ക് തോന്നുന്നു പാലക്കാട് ബൈലക്ഷൻ ആ ദിവസം തന്നെയാണ്. ഹാഷ്മി ആർക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ട് എന്നതുകൊണ്ട് മുനമ്പത്തെ യാഥാർത്ഥ്യമല്ലാതാകുമോ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സത്യം പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായാൽ ഉപതെരഞ്ഞെടുപ്പുണ്ട് എന്നതിനാൽ ആ സത്യം പറയരുത് എന്നാണോ ഹാഷ്മിയുടെ അഭിപ്രായം? ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്ത് സത്യമെന്ന് അവിടെ കുറെ പാവം പിടിച്ച മനുഷ്യന്മാർ സമരം ചെയ്യുക. എന്ത് സത്യം അബ്ദുൽ അസീസ്? അവിടെ കുറച്ച് പാവം പിടിച്ച മനുഷ്യന്മാർ സമരം ചെയ്യുക. എന്താ സമര കാരണം? ഞങ്ങൾ കാലാകാലങ്ങളായി തലമുറകളായി ജീവിച്ചു വരുന്ന ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ജീവിക്കണം എന്നാവശ്യപ്പെട്ട് നെഞ്ചുരുക്കി സമരം ചെയ്യുക. അപ്പൊ നിങ്ങൾ വാർത്താസമ്മേളനം നടത്തി വഖഫിന്റെ ഭൂമി, എന്തിനാ വഖഫിനാ ഭൂമി അബ്ദുൽ അസീസ്? എന്തിനാ വഖഫിനാ ഭൂമി അബ്ദുൽ അസീസ്? ഹാഷ്മി എന്നെ പറയാൻ താങ്കൾ കുറെ നേരമായല്ലോ ഏകപക്ഷീയമായി എനിക്കെതിരായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഹാഷ്മി എന്നെ പറയാൻ അനുവദിക്കൂ. എന്നെ പറയാൻ അനുവദിക്കൂ. അവിടെ പാവം പിടിച്ച ആളുകളുണ്ട്, അവർക്ക് ഭൂമി ഇല്ലെങ്കിൽ അത് കൊടുക്കണം എന്ന അഭിപ്രായത്തിൽ എനിക്ക് എതിരഭിപ്രായമില്ല. എന്നാൽ അവിടുത്തെ മദ്യ മുതലാളിമാർ, അവിടുത്തെ റിസോർട്ട് മാഫിയകൾ, അവിടുത്തെ വൻകിട കച്ചവടക്കാർ അവരെല്ലാം ഭൂമി കയ്യേറി അതിനകത്താണ് കച്ചവടം നടത്തുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഹാഷ്മിക്ക് അത് നമ്മുടെ വിഷയം ഇന്ന് മുനമ്പമല്ല. വഖഫാണ് എന്നതിന് നമ്മുടെ വിഷയം ഇന്ന് മുനമ്പമല്ല. ഞാൻ അവിടെ പോയതാണ്. ഞാൻ ആ സമരക്കാരുടെ വേദന കണ്ടൊരു മാധ്യമപ്രവർത്തകനാണ്. ഞാൻ അവരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചൊരു മാധ്യമപ്രവർത്തകനാണ്. അവരുടെ ആവശ്യം ജനുവിനാണ്. അവർ പരമ്പരകളായി ജീവിക്കുന്ന ആ ഭൂമി വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നവർ പറയുന്നത് ന്യായമാണ്. ആ ഭൂമി വഖഫിന്റെ ഭൂമി അല്ല എന്നെനിക്ക് നിലപാടുണ്ട്. ശ്രീ അബ്ദുൽ അസീസ്, നമ്മുടെ വിഷയമല്ല. വഖഫിന് ആ ഭൂമിയുടെ ഒരു കാര്യം, ഒരു ആവശ്യമില്ല. അത് പോട്ടെ, വേറെ കാര്യം. അബ്ദുൽ അസീസ്, പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് ആ വിഷയവുമായി INL വാർത്താസമ്മേളനം നടത്തിയതിൽ ദുരൂഹത ഞാൻ കാണുന്നു. എന്റെ ചോദ്യം അതല്ല. വെള്ളാപ്പള്ളി നടേശന് ഇന്ന് പോയി വെള്ളപൂശി കാണിക്കാൻ അന്ന് നിർദ്ദേശം നൽകി, അവർ തന്നെ നൽകിയ നിർദ്ദേശത്തിനനുസരിച്ചാണ് അവിടെ പോയി വെള്ളപൂശിയതെന്ന് അബ്ദുൽ അസീസ്. അവിടെ വെള്ളാപ്പള്ളി നടേശനുമായി സംസാരിച്ചത് താങ്കൾ കണ്ടോ ഹാഷ്മി? താങ്കളുടെ പ്രതിനിധി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ വെള്ളാപ്പള്ളി നടേശനുമായി ഞങ്ങൾ നടത്തിയ ചർച്ചയെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കൂ. ഞങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ, ഇപ്പൊ താങ്കൾ നവാസിനോട് ചോദിച്ചല്ലോ, PK നവാസിനോട് ചോദിച്ചല്ലോ, ഒരു രാഷ്ട്രീയ നേതാവ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഗത്ഭനായ ഒരാൾ അദ്ദേഹം ഒരു വിഷയം ടേക്കപ്പ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഒരു വിഷയം പറയുമ്പോൾ അദ്ദേഹത്തെ മറുപക്ഷത്ത് നിർത്തലാണോ നമ്മളൊക്കെ ചെയ്യേണ്ടത്? നമുക്കറിയാം, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം മലപ്പുറത്ത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ വലിയ തോതിലുള്ള ധ്രുവീകരണം ഉണ്ടായി. ആ ധ്രുവീകരണം ഉണ്ടാവാൻ സാഹചര്യം എന്താണ് എന്ന് അദ്ദേഹത്തോടാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ ആഷ്മിയോട് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ മലപ്പുറം ഒരു പ്രത്യേക സംസ്ഥാനമാണെന്നും പ്രത്യേക വിഭാഗങ്ങളുടെ രാജ്യമാണെന്നും എന്ന് പറഞ്ഞത് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് യാഥാർത്ഥ്യമാണോ? ശ്രീ അബ്ദുൽ അസീസ്, അങ്ങയുടെ നേതാവ് ശ്രീ AP അബ്ദുൽ വഹാബ് പറയുന്നു വെള്ളാപ്പള്ളി പങ്കുവച്ചത് ചില യാഥാർത്ഥ്യങ്ങൾ, ചില രാഷ്ട്രീയ നേതാക്കളുടെ തന്ത്രങ്ങളെയാണ് അദ്ദേഹം തുറന്നു കാണിച്ചത്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന പച്ചക്കള്ളം യാഥാർത്ഥ്യമാണോ ശ്രീ അബ്ദുൽ അസീസ്? അതൊരു പ്രത്യേക രാജ്യമാണോ? അതൊരു പ്രത്യേക സംസ്ഥാനമാണോ? ആരുടെ രാജ്യം, ആരുടെ സംസ്ഥാനം? ഞാൻ പറയട്ടെ ഹാഷ്മി, എന്നെ അനുവദിക്കൂ. അതെ, ഞാൻ പറയട്ടെ. വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നതിനെ കുറിച്ച് ഞങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്
ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വൈകാരികമായി അവതരിപ്പിക്കപ്പെടുകയായിരുന്നു. ചില കാര്യങ്ങളിൽ അദ്ദേഹം ഡൈവേർട്ട് ചെയ്തു പോയിട്ടുണ്ട്. അദ്ദേഹം അത് സമ്മതിച്ചു. എന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് അടച്ചിട്ട മുറിക്കകത്തുള്ള ചർച്ചയിൽ അദ്ദേഹം ഞങ്ങളോട് കൃത്യമായി പറഞ്ഞു, മലപ്പുറത്തുള്ള മുസ്ലിം സമുദായത്തിന് അടച്ചിട്ട മുറിക്കകത്ത് നിങ്ങൾ എന്ത് സംസാരിച്ചു എന്നത് കേരളത്തിൽ അറിയേണ്ട കാര്യമല്ലോ. ഞാൻ അവരോട് ക്ഷമാപണം ചെയ്യാൻ തയ്യാറാണ്. അദ്ദേഹം ഹാഷ്മി എന്നെ സംസാരിക്കാൻ അടച്ചിട്ട മുറിക്കകത്ത് നിങ്ങൾ എന്തൊക്കെ സംസാരിച്ചു എന്ന് കേരളത്തിന് അറിയണോ? അസഹിഷ്ണുത കാണിക്കരുത്. നിങ്ങൾ പുറത്തിറങ്ങി എന്ന് പറഞ്ഞ കാര്യം എന്താണ്? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ്. പുറത്തിറങ്ങി പറഞ്ഞ കാര്യം കൂടി കേട്ടില്ലേ? മലബാറിലെ മുസ്ലിം സമുദായം, കേരളത്തിലെ മുസ്ലിം സമുദായം എന്റെ സഹോദരങ്ങളാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞു, എന്റെ സഹോദരങ്ങളാണ്. വല്ല തെറ്റിദ്ധാരണയും ഉണ്ടെങ്കിൽ അത് തിരുത്തണം. മലബാറിലെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ മേലാളന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കൃത്യങ്ങൾക്കെതിരായി ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായി അത് പറഞ്ഞല്ലോ. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന്റെ അവർ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന, അന്യായമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചും ആ സ്ഥാപനം കൈവശം വെക്കുന്നതിന് വേണ്ടി സമുദായത്തെ കയ്യിൽ വെച്ചുവെന്ന് താങ്കളോട് പറഞ്ഞത് സ്ഥാപനത്തിന്റെ പേരെന്ന് പറയാമോ? പറയൂ. അദ്ദേഹം പറഞ്ഞു 2014 അധികാരം ഒഴിഞ്ഞു പോകുമ്പോ അവസാനമായി 2 സ്ഥാപനങ്ങൾ അവരെഴുതി ഒപ്പിട്ടെടുത്തു. ഞങ്ങളുടെ അപേക്ഷ നിലവിലുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പരിശോധിക്കേണ്ടതാണ്. അത് പരിശോധിക്കേണ്ടതാണ്. ഹാഷ്മിക്ക് പരിശോധിക്കാം, ലീഗ് നേതാക്കന്മാർക്ക് വിശദീകരിക്കാം. ഏത് സ്ഥാപനം ശ്രീ അസീസ് പറ? ഏത് സ്ഥാപനം? നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. 16 കഴിഞ്ഞ് 25 നിൽക്കില്ല നമ്മൾ. ആ സ്ഥാപനങ്ങളെ കുറിച്ച് എല്ലാം അറിയാം. വേങ്ങരയിലെ സ്ഥാപനത്തെ കുറിച്ച് 2016 കഴിഞ്ഞ് നമ്മൾ 25-ലല്ലേ നിൽക്കുന്നത്? വർഷം 10 ആവുന്നില്ലേ? അല്ല, വർഷം 10 ആവുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അനർഹമായി എഴുതി ഒപ്പിട്ട ആ സ്ഥാപനം തിരിച്ചു പിടിച്ചു കൊടുത്തൂടെ ഈ പിണറായി സർക്കാരിന്? ആവശ്യം നിങ്ങൾ ഉന്നയിച്ചോ വെള്ളാപ്പള്ളി? 2016 കഴിഞ്ഞിപ്പോ 25 സാറേ, 10 വർഷമാകും പോവല്ലേ? അന്ന് അനർഹമായി ആർക്കെങ്കിലും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 10 വർഷം കൊണ്ട് അധികാരപരിധിയിൽപ്പെട്ടതല്ല. അത് അദ്ദേഹം നിങ്ങൾ എൽ ഡി എഫിലുള്ളവരല്ലേ? തിരിച്ചു പിടിക്കണം. നിങ്ങൾ എൽ ഡി എഫിലുള്ളവരല്ലേ? നിങ്ങൾ എൽ ഡി എഫിലുള്ളവരല്ലേ? അബ്ദുൽ അസീസ്, നിങ്ങളോട് ആവശ്യപ്പെട്ടോ ഈ 10 വർഷം കൊണ്ട്? കഴിഞ്ഞ 10 കൊല്ലമായി ഭരിക്കുന്ന പിണറായി വിജയനല്ലേ എന്ന്? ഹാഷ്മി, എന്നെ പറയാൻ അനുവദിക്കണം താങ്കളും മറ്റൊരാളും കൂടി എനിക്കെതിരായി ഈ രൂപത്തിൽ പറഞ്ഞാൽ എന്നെ ഇവിടെ വിളിച്ചിരുത്തി പറയുന്നത് കേൾക്കാതിരിക്കാനാണ് താങ്കളും താങ്കളുടെ ആളുകളും കൂടി ശ്രമിക്കുന്നതെങ്കിൽ അത് ആദ്യമേ അങ്ങ് പറഞ്ഞാൽ മതി. എനിക്ക് പറയാനുള്ള അവസരം തരുമെങ്കിൽ ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കാം. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷം സംഘപരിവാർ വെള്ളാപ്പള്ളി പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞ യാഥാർത്ഥ്യങ്ങളിൽ ആ കാലത്ത് എന്ന് പറഞ്ഞ യാഥാർത്ഥ്യങ്ങളിൽ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണോ? മലപ്പുറം ഒരു പ്രത്യേക സംസ്ഥാനമാണെന്ന് പറഞ്ഞ യാഥാർത്ഥ്യമാണോ? ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സംസ്ഥാനത്ത് മറ്റാർക്കും ഉണ്ടാൻ അവകാശമില്ല എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണോ? അബ്ദുൽ അസീസ്, ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ് എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. എന്റെ ഭാഗത്ത് അങ്ങനെ പെശകുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ് എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹം പുറത്തു വന്നുകൊണ്ട് മലപ്പുറത്തെ മുസ്ലിങ്ങൾക്ക് വല്ല വേദനയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ക്ഷമിക്കണം, ഞാൻ അവരെ ചേർത്തു പിടിക്കുകയാണ്, ഞങ്ങൾ സഹോദരന്മാരാണ്, കൃത്യമായി അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ ആളുകൾ ഉണ്ടാവുമല്ലോ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് കേൾക്കാം. ഇനി ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ രാജ്യം സംഘപരിവാർ ഭരിക്കുകയും ന്യൂനപക്ഷങ്ങൾ വലിയ തോതിലുള്ള ഭീഷണിയിൽ അകപ്പെടുകയും ചെയ്യുമ്പോൾ കേരളം മാത്രം ഒരു മതനിരപേക്ഷതയുടെ തുരുത്തായി നിൽക്കുകയാണ്. ആ മതനിരപേക്ഷതയുടെ തുരുത്തായ കേരളത്തിൽ ഈഴവ സമുദായം പോലെ സെക്യുലർ നിലപാടുകൾ മാത്രം കാലാകാലമായി എടുത്തിട്ടുള്ള ഒരു സമുദായത്തിന്റെ നേതാവിനെ എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ട് മറുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഈ സമുദായത്തെ വീണ്ടും ഒറ്റപ്പെടുത്തണം എന്ന താല്പര്യം ആരുടേതാണ് ഹാഷ്മി? ആ താല്പര്യമാണോ പ്രായോഗികമാവേണ്ടത്? അതല്ല അദ്ദേഹവുമായി സംസാരിച്ച് എന്താണ് പരസ്പരം സൗഹാർദ്ദപൂർണമായ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കുകയാണോ വേണ്ടത്? എന്താണ് ഹാഷ്മി പറയണം? ഓക്കെ അല്ല അത് സമന്വയത്തിന്റെ ഭാഷയാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അന്ന് ഈ പറയുന്ന ആൾനൂഴിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന താഴെ നൗഷാദ് എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യൻ ആൾക്കാരെ രക്ഷിക്കാൻ ഇറങ്ങി മരിച്ചുപോയപ്പോൾ പറഞ്ഞ വർഗീയ പ്രസ്താവന, അതിനുശേഷം പലയാവർത്തി പറഞ്ഞ വിദ്വേഷ പ്രസ്താവന ഒന്നും നിങ്ങൾ കാണാതെ നിങ്ങൾ ഇത് മാത്രം പോയി കണ്ട് വെള്ളാപ്പള്ളിയെ പോയി ചേർത്ത് പിടിക്കാനുള്ള തീരുമാനം നല്ല കാര്യം. സമാധാനത്തിന്റെ രാഷ്ട്രീയം വാഴട്ടെ. ഞാൻ ഉല്ലാസ് ബാബുലേക്ക് മറുപടി കേൾക്കാം. ഷമീൻ ഹസൻ,
ഇവിടെ നേരത്തെ ഉല്ലാസ് ബാബു പറഞ്ഞ ആ കേസിന്റെ ഡീറ്റെയിൽസിൽ ഈ പറയുന്ന മാനവീയം ട്രസ്റ്റും ഹാരിസ് ബീരാന്റെ പിതാവിന്റെ സംഘടനയും ഒക്കെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട രേഖകളടക്കം ഏറ്റവും ഒടുവിൽ വന്ന സർക്കാർ രേഖകൾ പറയുന്നത് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരിൽ 41% ജീവനക്കാർ നായർ ഈഴ വിഭാഗത്തിൽപ്പെട്ടവരാണ്. പട്ടികജാതി, പട്ടികവർഗ, വിശ്വകർമ്മ, ബാക്കിയുള്ളവരുടെ മുസ്ലിം വിഭാഗം, ക്രൈസ്തവ വിഭാഗം പോട്ടെ, അതിലും കഴിഞ്ഞിട്ട് ഈ ഹിന്ദു വിഭാഗത്തിൽ തന്നെ ബാക്കിയുള്ളവരുടെ ഈ നായർ ഈഴവ മൈനസ് ബാക്കിയുള്ളവരുടെ കണക്കെടുത്താൽ പരമദയനീയമുണ്ട് അവരുടെ അവസ്ഥ. അതിലേക്ക് ചർച്ച പോയാൽ ഈ പറയുന്ന രീതിയിൽ കാസ്റ്റ് സെൻസസ് വേണോ തുടങ്ങിയ കുറച്ച് വിശാലമായ ചർച്ചകളിലേക്കൊക്കെ വഴിവെക്കുന്നതാണോ ഈ തുടങ്ങി വെച്ച ഈ ചർച്ച, അതോ അത് കമ്മ്യൂണൽ ഡിവൈഡിന് കാരണമാകുന്ന ചർച്ചയാണോ ഇത്? അമീന സർ. ഹാഷ്മി, 2-3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് നവാസ് സംസാരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ എനിക്ക് ഒരു വല്ലാത്ത വിഷമവും, ഞാൻ ഒരുപക്ഷെ ഇവിടെ ഇരുന്ന് കരഞ്ഞു പോകുമ്പോൾ എന്ന് ആലോചിച്ച് പോയി. കാരണം ഞങ്ങൾക്കിത് മടുത്തു ഹാഷ്മി. എത്രയെന്ന് വെച്ചിട്ടാണ് ഈ കണക്ക് പറയുക? മലപ്പുറത്ത് സാധാരണ നോമ്പ് കാലത്ത് ഉച്ചക്കൊരു 2 മണി സമയമായി കഴിഞ്ഞാൽ വിഭവങ്ങളുടെ ഒരു അല്ലാത്ത കാലങ്ങളിലൊന്നും ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ വിഭവങ്ങൾ മലപ്പുറത്തെ കടകളിൽ നിങ്ങൾക്ക് കിട്ടും. നോമ്പുകാലത്തിന് വേണ്ടിയിട്ടുള്ള, നോമ്പ് സമയത്തേക്കുള്ള, നോമ്പിൻ്റെ പ്രത്യേകമായിട്ടുള്ള വിഭവങ്ങളൊക്കെ അടക്കം. ഇത് എത്ര കാലമായി ആളുകൾ ഇങ്ങനെ, ഞങ്ങളിവിടെ ജീവിക്കുകയല്ലേ, ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ ഇങ്ങനെ നിരന്തരമായി പ്രചരിപ്പിക്കുക, അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ വിശദീകരണങ്ങൾ പറയേണ്ടി വരിക എന്ന് പറയുന്നത് ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മടുപ്പിക്കുന്ന, വല്ലാത്ത, ഞാൻ ഇതൊരു അതിശയോക്തിയിൽ പറയല്ല, എക്സാജറേറ്റ് ചെയ്യല്ല, മടുത്തു പോകുന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഞങ്ങളെക്കുറിച്ച് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇതേതെങ്കിലും ഒരു മുസ്ലിം ജനവിഭാഗത്തെ മാത്രമല്ലല്ലോ ഹാഷ്മി. മലപ്പുറത്തിൻ്റെ ചരിത്രം, മലബാറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളുടെയും തീയരുടെയും ദളിതരുടെയും ഒക്കെ സാമൂഹ്യ സ്ഥാനം പരിശോധിച്ചാൽ ഇതൊക്കെ ഒരു ഒറ്റ പിന്നാക്ക സമൂഹമാണ്. ഒരേ രക്തത്തിൽ നിന്ന് പിറന്ന മനുഷ്യരാണ്. ജാതീയമായ വിവേചനങ്ങളിൽ നിന്നുള്ള മോചനം എന്ന നിലയിൽ കൂടി ആളുകൾ ഇസ്ലാം സ്വീകരിച്ച ആ തരത്തിലുള്ള ചരിത്രമുള്ള ഈ ജാതീയ വിവേചനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം കൂടിയായി മാപ്പിള മലബാർ കലാപം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ജാതീയ വിവേചനങ്ങൾക്കെതിരായ പോരാട്ടം കൂടിയായിരുന്നു. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ആ തരത്തിലുള്ള ഏകോദര സഹോദരങ്ങളായി അക്ഷരാർത്ഥത്തിൽ ജീവിക്കുന്നവരാണ് മലപ്പുറത്തെ തീയരും ദളിതരും മുസ്ലിങ്ങളും എന്നൊക്കെ പറയുന്ന സമുദായങ്ങൾ. ആ സമുദായങ്ങൾക്കിടയിൽ വളരെ കൃത്യമായ ഒരു ഭിന്നിപ്പുണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത്. ഞാനത് വളരെ കൃത്യമായി വിശദീകരിക്കും. ഹാഷ്മി ദയവ് ചെയ്ത് ഇടപെടരുത്, നമുക്ക് അധികം സമയമില്ല. അതായത് പിന്നാക്ക സമൂഹം, ഇപ്പം ഇന്ത്യയിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ്, പിണറായി വിജയൻ സർക്കാരാണ് ഇന്ത്യയിൽ ആദ്യമായി സാമ്പത്തിക സംവരണം നടപ്പാക്കിയ സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറയുന്നത്. നേരത്തെ അമിത്ഷയെ വെല്ലുവിളിച്ചിരുന്നു, നിങ്ങൾ സാമ്പത്തിക സംവരണത്തിന് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുമോ എന്ന് ഇടതുപക്ഷം വെല്ലുവിളിച്ചിരുന്നു. അതിൻ്റെ ഇരകളാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈഴവരും മുസ്ലിങ്ങളും ദളിതരും ഒക്കെ. അങ്ങനെ ഒരു സംവരണീയ സമുദായങ്ങൾ എന്ന നിലക്കുള്ള ഒരു ഐക്യബോധം കൊണ്ടുവരേണ്ടുന്ന ഒരു നേതാവ് ഈഴവരുടെയും തീയരുടെയും മനസ്സിൽ മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ഒരു വെറുപ്പ് സൃഷ്ടിക്കുക, ആദ്യമേ പിന്നാക്കമായ 2 സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുക, ഭരണകൂടത്തിൽ നിന്ന് വിവേചനം നേരിടുന്ന 2 സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുക എന്ന സംഘപരിവാറിൻ്റെ സവർണമായ ഒരു അജണ്ട നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ വ്യാജ പ്രചരണം നടത്തുന്നത്. അദ്ദേഹം മുൻപ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം നവോത്ഥാന സമിതിയുടെ നായകനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തോഴനാണ് കേരളത്തിലെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ആദ്യത്തെ പ്രസ്താവനയേക്കാൾ അപകടകരവും വ്യാജങ്ങൾ നിറഞ്ഞതുമായ പ്രസ്താവനയാണ് അദ്ദേഹം വിശദീകരണം എന്ന നിലയിൽ മുസ്ലിം ലീഗിനെതിരെ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയത്. അതിനെ ചൂണ്ടിയാണ് അദ്ദേഹം വിശദീകരിച്ച് കഴിഞ്ഞല്ലോ എന്നാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു പ്രദേശത്തെ ഒന്നാകെ വംശീയമായി അധിക്ഷേപിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാൻ ശ്രമിച്ച ഒരു നേതാവിനെതിരെ കലാപത്തിന് ശ്രമിച്ച അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായി. ഇവിടെ SNDPയുടെ പ്രവർത്തകർ, മുസ്ലിം ലീഗിൻ്റെ നേതാവിൻ്റെ, മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവിൻ്റെ സാദിഖലി തങ്ങളുടെ കോലം കത്തിക്കുന്ന സാഹചര്യമുണ്ടായി. ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ മലപ്പുറത്ത് നിന്ന് ഉണ്ടാവാത്തത് കൊണ്ട് മാത്രമാണ് വെള്ളാപ്പള്ളിയുടെ ഉദ്ദേശം നടക്കാതെ പോകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പോലും പോലീസ് ആക്ഷൻ ഇല്ലാതിരിക്കുക, ഞാൻ അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. പോലീസ് ആക്ഷൻ ഇല്ലാതിരിക്കുക. ഒരു മന്ത്രി, നേരത്തെ പാലാ ബിഷപ്പ് മുസ്ലിം വിരുദ്ധമായ വിഷലിപ്തമായ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ VN വാസവനെ അങ്ങോട്ട് പറഞ്ഞയച്ച് അദ്ദേഹം പണ്ഡിതനാണെന്ന് പറഞ്ഞ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സജി ചെറിയാൻ എന്താണ് ഈ ചെയ്യുന്നത്? കേരളത്തിലെ ഒരു ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയെ
ഈ വെള്ളാപ്പള്ളി നടേശന് ഐക്യദാർഢ്യം പറയാൻ വേണ്ടി, അദ്ദേഹം മഹാനാണെന്ന് പറയാൻ വേണ്ടി ഒരു മന്ത്രിയെ ചുമതലപ്പെടുത്തുന്ന പിണറായി വിജയൻ എന്താണ് ഈ ചെയ്യുന്നത്? വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയെ പൂർണ്ണാർത്ഥത്തിൽ തള്ളിക്കളയാൻ, അതിന്റെ വസ്തുതാവിരുദ്ധതയെ ചോദ്യം ചെയ്യാൻ, അദ്ദേഹത്തിനെതിരെ പോലീസ് നടപടി സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് ഇവർ തയ്യാറാവാത്തത്? മലപ്പുറത്തെ പോലീസിനെ കുറിച്ച് ഒരു വരി ഞാൻ പറയാം ഹാഷ്മി. 1/2 ഡസനിലധികം പരാതികൾ വെള്ളാപ്പള്ളി നടേശന്റെ ഈ വംശീയ പ്രസ്താവനക്കെതിരെ മലപ്പുറത്തെ SP കിട്ടിയിട്ടുണ്ടാവും. അദ്ദേഹം അനങ്ങാമാറ നയം സ്വീകരിക്കുന്നു, പോലീസ് ഒരു ആക്ഷനും എടുക്കാതിരിക്കുന്നു. ഇന്ന് ഹാഷ്മി, ഞാനിപ്പോൾ കൊണ്ടോട്ടിയിലാണ് നിൽക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് എയർപോർട്ടിൽ ഒരു സമരം നടക്കുകയാണ്. വഖഫ് ഭേദഗതിക്കെതിരെയാണ് ആ സമരം. വളരെ സമാധാനപരമായ ഒരു സമരമായിരുന്നു. ആ സമരത്തെ അടിച്ചൊതുക്കുന്ന, ആ സമരത്തിന് വരുന്ന ബസ്സുകൾ മുഴുവൻ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ഇണ്ടാസ് ഇറക്കുന്ന പിണറായി വിജയന്റെ പോലീസ് മലപ്പുറത്തെ SP വെള്ളാപ്പള്ളി നടേശനെതിരെ ലഭിച്ചിട്ടുള്ള 1/2 ഡസൻ പരാതികളിൽ അടയിരിക്കുകയാണ്. ഈ പോലീസ് ഇനാക്ഷനുകളിലൂടെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഹാഷ്മി പറഞ്ഞതിലേക്ക് ഞാൻ വരാം. കേരളത്തിൽ BDJs ഉണ്ടാക്കാൻ ആ തരത്തിലുള്ള പ്രോത്സാഹനം നൽകിയത് ആരാണ്? കേരളത്തിൽ ഈഴവ സമൂഹവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളുമായി ഐക്യത്തോടുകൂടി സംവരണീയ സമുദായങ്ങൾ നിലയ്ക്കുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് ഭിന്നിപ്പുണ്ടാക്കുന്നത് ആരാണ്? വളരെ ബോധപൂർവം സംഘപരിവാറിന്റെ ഇത്തരം അജണ്ടകൾക്ക് നേതൃത്വം നൽകുന്ന വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിന്റെ ധർമ്മങ്ങളെ, ദർശനങ്ങളെ ഈ തരത്തിൽ വളരെ പച്ചയായി ഈ വളരെ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന് ഈ തരത്തിലുള്ള ഒരു സംരക്ഷണം നൽകാൻ എന്തിനാണ് മിസ്റ്റർ അസീസ് നിങ്ങൾ അവിടെ പോയത്? ആരുടെ തിട്ടൂരത്തിനാണ്? അഷ്മിയുടെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നില്ല. നേരത്തെ മുനമ്പവുമായി ബന്ധപ്പെട്ട് ഈ വർഗീയ കളികൾക്ക് നിങ്ങൾ നേതൃത്വം നൽകിയെങ്കിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കുവാൻ INL തിട്ടൂരം നൽകിയത് ആരാണ്? മലപ്പുറത്തെ ജനങ്ങളെ ഒറ്റുന്ന, ഈ നാട്ടിലെ ജനങ്ങളെ വംശീയമായി അധിക്ഷേപിച്ച പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് പറയാൻ നിങ്ങൾ ആരാണ് ചുമതലപ്പെടുത്തിയത്? അതെ അതെ അതെ, ശരി ശരി, ഞാൻ മലപ്പുറത്ത് മറ്റൊരു പ്രവർത്തനവും നമ്മൾ കാണുന്നില്ല. ഈ തരത്തിലുള്ള വംശീയവും വർഗീയവുമായ പ്രചാരണങ്ങൾക്ക്, തിട്ടൂരങ്ങൾക്ക് നേതൃത്വം നൽകാനും അവരെ സംരക്ഷിക്കാനും കഴിയുന്ന ഒരു ബാലായി, പിണറായി വിജയന്റെ ബാലായി മുസ്ലിം സംഘടനകളെ മാറ്റുന്ന, INL മാറ്റുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ മുന്നോട്ട് പോവുകയും നവോത്ഥാന നടപടികളും ഉണ്ടാവാതിരിക്കും. നവോത്ഥാന സമിതിയുടെ ഒരു അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ സൂര്യാസ് ബാബുവിലേക്ക് പോകുന്നു. വെള്ളാപ്പള്ളി നടേശന് തന്നെ മറ്റൊരു പ്രസ്താവന, അടുത്തിടെ നടത്തിയ മറ്റൊരു പ്രസ്താവന PC ജോർജിനെ പറ്റിയാണ്. ജസ്റ്റ് ഒന്ന് കേൾക്കാം. കാരണം ഇത് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരായി പറഞ്ഞു കേൾക്കുമ്പോൾ BJPക്ക് അത് സുഖിക്കുമല്ലോ. അപ്പം മുസ്ലിങ്ങൾക്കെതിരായി പറയുന്ന ഒരാൾ എന്ന നിലയിൽ PC ജോർജ് കൊള്ളാമെന്ന് വിചാരിച്ചു കൊടുക്കുക. അത് പണ്ട് മുസ്ലിങ്ങളെ പൊക്കിയും പറഞ്ഞിട്ടുള്ള ആളാണ്. സുല്ലാസ് ബാബു PC ജോർജിനെ പറ്റി ഇത് മാത്രമല്ല എന്ന് പറഞ്ഞാൽ ലവ് ജിഹാദ് ആരോപിക്കുന്നത് BJP സൂപ്പിക്കാനാണ്, വ്യാജം പറയുന്നു എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെ പറ്റി അയാളും അയാളുടെ മോനും മാത്രമേ BJPയിലേക്ക് ഉള്ളൂ. വളരെ മോശം ഭാഷയിൽ പറയാം. അതുകൊണ്ട് വെള്ളാപ്പള്ളി ഇന്ന് ഇത് പറയും, നാളെ അത് പറയും. പിണറായി വിജയൻ അടുത്ത മുഖ്യമന്ത്രി, വീണ്ടും മുഖ്യമന്ത്രിയാവെന്ന് പറയും. ഇടതുപക്ഷത്തിനാണ് ഭരണ തുടർച്ച എന്ന് പറയും. VD സതീശൻ വായി തോന്നുന്നൊക്കെ പറയും. അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ അങ്ങ് പോസിറ്റീവാണ് എന്നൊക്കെ ജോർജ് കുര്യൻ പറയണോ? ഉല്ലാസ് ബാബു ഇടപെടില്ല പറഞ്ഞോളൂ. അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഉല്ലാസ് ബാബുവിന്റെ കൂടി ചെറിയൊരു പ്രശ്നമാണ്. ഞാൻ ഉല്ലാസിനെ പെട്ടെന്ന് തന്നെ ശരിയാക്കിയിട്ടെത്താം. അങ്ങനെ പറയാനൊക്കെ ഓക്കെ ആയോ? ഇല്ല, ഉല്ലാസ് ബാബുവിന്റെ ഓഡിയോയിൽ ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പം തന്നെ ശരിയാക്കിയിട്ടെത്താം. ശ്രീ പി കെ നവാസ് നേരത്തെ അബ്ദുൽ അസീസ് പറയുകയായിരുന്നു, വെള്ളാപ്പള്ളി നടേശനെ പോയി കണ്ടു, അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ 2016 SNDP കിട്ടേണ്ട എന്തോ 2 സ്ഥാപനങ്ങൾ മുസ്ലിം ലീഗ് അനധികൃതമായി ഒപ്പിട്ട് കൈയടക്കി എന്നൊക്കെ പറയുകയാണ്. ആ സ്ഥാപനങ്ങൾ താങ്കൾക്ക് അറിവുണ്ടോ പി കെ നവാസ്? ആദ്യമായി നാഷണൽ ലീഗിൻ്റെ പ്രതിനിധി NK അബ്ദുൽ അസീസ് അദ്ദേഹത്തെ പോയി കണ്ടു, സംസാരിച്ചു, പ്രശ്നങ്ങൾക്ക് രമ്യമായ പരിഹാരം ഉണ്ടാക്കുന്നു എന്നതിനെ ഒരർത്ഥത്തിലും ഞാൻ നിരാകരിക്കുന്നില്ല. ഞാൻ അവിടെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട 2 ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഒന്ന്, നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് നാഷണൽ ലീഗുകാരാണല്ലോ. അത് എന്തായി എന്ന് പിണറായി വിജയനോടൊന്ന് ചോദിക്കണമായിരുന്നു. ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ് നേരത്തെ പ്രിയപ്പെട്ട അഭിഭാഷകൻ അഡ്വക്കേറ്റ് അമീൻ ഹസൻ പറഞ്ഞതിൽ ഒരു പരാതി ഇവരുടേതാണ്. ആ കേസിൽ എന്തായി എന്നും കൂടി ചോദിക്കണമായിരുന്നു. ഈ എല്ലാം കോംപ്ലിമെൻ്റ് ആയി എന്ന് മഴ സിനിമയിൽ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അത് 11-ാം തീയതി വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്നതിന് മുൻപ് രംഗമൊന്ന് ശാന്തമാക്കാനുള്ള ഒരു നാടകത്തിൻ്റെ ഭാഗമാണ് ഈ NK അബ്ദുൽ അസീസ് പോയത് എന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റാകുമോ എന്ന് ഹാഷ്മി ഒന്ന് വിലയിരുത്തണം. അതിന് ഞാൻ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന NK അബ്ദുൽ അസീസിന്റെ പാർട്ടി മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റാണ് എന്ന് പറയാൻ ഇദ്ദേഹത്തിന് നാവ് പൊന്തിയില്ല.
കോപ്പി അടിച്ചാണ് മലപ്പുറത്തെ വിദ്യാർത്ഥികൾ ജയിക്കുന്നതെന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാർട്ടി ഒന്ന് വാലണക്കിയത് നമ്മൾ കണ്ടില്ല. ക്രിമിനൽ ക്യാപിറ്റലായി മലപ്പുറം ജില്ല മാറുന്നുവെന്ന് പറഞ്ഞപ്പോൾ എൻ കെ അബ്ദുൽ നാവ് പൊന്തിയിട്ടില്ല. മലപ്പുറം ജില്ലയെക്കുറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ഏതോ ഒരു പേരില്ലാത്ത PR ഏജൻസി നൽകിയ എഴുത്താണ് എൻ്റെ പേരിൽ വന്നത് എന്ന് പറഞ്ഞതിന് കേസ് കൊടുക്കണമെന്ന് മലപ്പുറം ഒന്നടക്കം ആവശ്യപ്പെട്ടപ്പോൾ അതിനെതിരെയും ഇദ്ദേഹത്തിൻ്റെ പാർട്ടി മിണ്ടിയില്ല. ഗെയിൽ സമരത്തിൽ തീവ്രവാദികളുടെ സമരമാണെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം മിണ്ടിയില്ല. അപ്പോഴൊന്നും മിണ്ടാത്ത ഒരാൾ ഇപ്പോൾ ചടകുടഞ്ഞ് എഴുന്നേറ്റ് ഈ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ വേണ്ടി വലിയ ശ്രമം നടത്തുന്നുവെങ്കിൽ ആ ശ്രമത്തിന്റെ പിന്നിൽ മുഖ്യമന്ത്രിക്കുള്ള വഴിയൊരുക്കുന്ന ഇവരുടെ ജില്ലാ നേതൃത്വം പറഞ്ഞു ഇവരുടെ ജില്ലാ നേതൃത്വം വെള്ളാപ്പള്ളി പറഞ്ഞതിനെ തള്ളി പറഞ്ഞു ജില്ലാ നേതൃത്വം. അല്ല, ഞാൻ പറയുന്ന ജില്ലാ നേതൃത്വം തള്ളി പറയണം. മലപ്പുറം ജില്ല ഒരാൾക്കും അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് BJP ജില്ലാ പ്രസിഡന്റ് വിളിച്ച് നിങ്ങൾ ചോദിച്ചാൽ മനസാക്ഷിയോട് വഞ്ചന ചെയ്തുകൊണ്ട് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. അങ്ങനെയല്ലേ? ഇനി ഞാൻ ഒരു കാര്യം കൂടി ശ്രീ ഹാഷ്മി സൂചിപ്പിക്കട്ടെ. ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ പ്രബലമായ ഒരു സമുദായത്തിൻ്റെ നേതാവാണ്. ഈ ചർച്ചകളൊന്നും ഒരിക്കലും ആ സമുദായമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകരുതെന്ന് 1000 തവണ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന ഏതോ കോളേജിൻ്റെ പേര് പറഞ്ഞു, നമുക്കറിയില്ല, അദ്ദേഹം പേര് പറഞ്ഞില്ല. ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു കോളേജുണ്ട്, അത് SNDPയുടെ പെരിന്തൽമണ്ണയിലെ കോളേജാണ്. ഹാഷ്മി, നിങ്ങൾ കേൾക്കേണ്ടത്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ 14 ജില്ലകളിൽ 956 നവംബർ 1 മുതൽ ഈ 2025 നമ്മൾ ഈ ഇരിക്കുന്ന ഏപ്രിൽ മാസം 9-ാം തീയതി വരെ ഏതെങ്കിലും ഒരു സെൽഫ് ഫൈനാൻസ് കോളേജ് അത് എയ്ഡഡ് കോളേജ് ആക്കിയത് ഹാഷ്മിയുടെ ചരിത്രത്തിൽ അറിയുമോ? കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെന്നേ. ഒരു സെൽഫ് ഫൈനാൻസ് കോളേജ് എയ്ഡഡ് കോളേജ് ആക്കിയത് കേരളത്തിൻ്റെ ചരിത്രത്തിലില്ല. പിന്നെ എങ്ങനെയാ പെരിന്തൽമണ്ണയിലെ SNDP കോളേജ് ആരാണ്? ഇനി പോട്ടെ, ഇനി അങ്ങനെ ആക്കാനുണ്ടെങ്കിൽ കഴിഞ്ഞ 9 വർഷം ഭരിക്കുന്നത് പിണറായി വിജയനല്ലേ? ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പം ഇദ്ദേഹം പറയുന്നത് സംവരണത്തിലൂടെ ഞങ്ങളെ സംവരണം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന രൂപത്തിലാണ് രണ്ടാമത്തെ വ്യാഖ്യാനം അദ്ദേഹത്തിൻ്റെ വന്നത്. ഞാൻ ആഷ്മിയോട് പറയട്ടെ, ഇതാരെയാണ് ഇവർ മണ്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത്? കേരളത്തിൻ്റെ സംവരണം OBC വിഭാഗത്തിൻ്റെ 50% സംവരണത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം ഈ 12% മുസ്ലിം കമ്മ്യൂണിറ്റിയും 14% ഈഴവ കമ്മ്യൂണിറ്റിയും അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിക്ക് ബാക്കി വെച്ചിട്ടുണ്ട്. BJPയുടെ പ്രതിനിധി ഉല്ലാസ് ബാബു ഉൾപ്പെടെ മറ്റൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു കേട്ടത് സംവരണത്തിൽ കടന്നു കയറുകയാണ് ലീഗ് എന്നാണ്. അതെങ്ങനെയാ? കേരളത്തിൽ ഒന്നാമത്തെ അത് ഓപ്പൺ ആകുമ്പോൾ രണ്ടാമത് ഈഴവ സമൂഹമാണ്, 3 ഓപ്പണാണ്, 4 SC ആണ്, 5 ഓപ്പണാണ്, 6 പിന്നെ മുസ്ലിമാണ്. ഇതൊരു സിസ്റ്റമാറ്റിക് ആയി എഴുതി വെക്കപ്പെട്ട രേഖാപരമായി നടക്കുന്ന നിയമനമല്ലേ? ഇത് ഒരാൾക്കും അട്ടിമറിക്കാൻ കഴിയില്ല. പിണറായി വിജയനും അട്ടിമറിക്കാൻ കഴിയില്ല, മുസ്ലിം ലീഗിനും അട്ടിമറിക്കാൻ കഴിയില്ല, SNDPക്ക് അട്ടിമറിക്കാൻ കഴിയില്ല. അത് വ്യവസ്ഥാപിതമായ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത് അട്ടിമറി നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു പരിതാപകരം. മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ഇപ്പോൾ BJPയുടെ പ്രതിനിധി ഇവിടെ ഉണ്ടല്ലോ, അങ്ങനെ SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശന് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ കേന്ദ്രം ഭരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞില്ലേ, നിങ്ങൾക്ക് പരിഹരിക്കാം. ഞാൻ ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ഒരു കണക്കെടുത്തു ശ്രീ ഹാഷ്മി. കാലിക്കറ്റ് സർവകലാശാലയിൽ 5 സ്ഥാപനങ്ങളുണ്ട് SNDPക്ക്. ഒന്ന് കൊയിലാണ്ടിയിൽ SN കോളേജ് ഉണ്ട്, നാട്ടികയിൽ 5 എയ്ഡഡ് കോളേജുകളുണ്ട്. ഈ 5 എയ്ഡഡ് കോളേജിന് ഒരു കോളേജിന് പോലും 1 രൂപ പോലും റൂസയുടെ ഫണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ PM ഉഷ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ കോളേജ് കൊടുക്കുന്ന ഫണ്ട് 1 രൂപ പോലും ഇവിടെ കൊടുത്തിട്ടില്ല. ഈ പറയുന്ന ഉല്ലാസ് ബാബുവിന്റെ പാർട്ടിക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ടത് എന്താ? ഈ വർഷത്തെ ഉല്ലാസ് ബാബുവിന്റെ സാങ്കേതിക പ്രശ്നത്തെ പരിഹരിച്ചോ എന്ന് എനിക്കറിയില്ല. ഉല്ലാസ് ബാബുവിന് അടിയന്തരമായി പോകണമെന്നുണ്ടായിരുന്നു, പരിഹരിക്കണം ആവശ്യം. രാഹുൽ ഞാൻ തരും. ഉല്ലാസ് ബാബു താങ്കളുടെ സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു, താങ്കൾ പറഞ്ഞു പൂർത്തിയാകും. ഉല്ലാസ് ബാബു. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ. ബഹുമാനായിട്ടുള്ള ശ്രീ ഹാഷ്മി, ഞാനൊരു കാര്യം ചോദിച്ചിട്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം, കാരണം സമയമില്ലല്ലോ. മുസ്ലിം ലീഗിൻ്റെ വ്യക്തി പറഞ്ഞു, നിരവധി കാര്യങ്ങൾ ഇവിടെ ഉന്നയിച്ചു. സാംസ്കാരിക സമത്വത്തിൻ്റെയും അതേപോലെ മതേതരത്വത്തിൻ്റെയും മീറ്റില്ലമായിട്ട് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയും. സാർ, 1968 നിങ്ങൾ മറന്നോ? 1968 നിങ്ങൾ പറഞ്ഞ വാക്കുകളിൽ പറഞ്ഞ് തന്നെ തളി ക്ഷേത്രത്തിൽ നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നു? പട്ടി പാത്തിയ കല്ലിൻ്റെ മുകളിൽ ചന്ദനം പൂശിയ കേളപ്പ എന്ന് വിളിച്ച് EMS കൂട്ടിപ്പിടിച്ച് തളി ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ നടത്തിയ പ്രവർത്തനം കണ്ടില്ലെന്ന് ഞങ്ങൾ നടിക്കണം. നിങ്ങൾ അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് അത് പറയുന്നതെന്ന് നിങ്ങളൊന്ന് നിങ്ങളുടെ പൂർവികന്മാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. പിന്നെ ശബ്ദഗന്ധ സ്പർശ ദൃശ്യപരമായ സംവേദനത്തിലൂടെ ഭാരതീയ പദാവലി തന്റെ തൂലികത്തുമ്പിലൂടെ മലയാള ഭാഷയ്ക്ക് ജന്മം നൽകിയ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പ്രതിമയെക്കുറിച്ച് ഹാഷ്മി കുറച്ച് നാൾ മുൻപ് ഒരു ചർച്ച നടന്ന സമയത്ത് ഒരു വിഷയം ഉണ്ടാക്കി. അത് ഉണ്ടാക്കിയ ആ വ്യക്തി അടക്കം, ശില്പി അടക്കമുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ബോധ്യപ്പെടണം. ഇന്ത്യയെ വിഭജിച്ച പാർട്ടിയുടെ പ്രത്യേക തത്വവുമായിട്ട് വരുന്ന നിങ്ങൾ ഇന്ത്യ ഒന്നായി കണ്ട് ഒന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഞങ്ങളോട് പഠിപ്പിക്കാൻ വരല്ലേ? ഒരു പിഞ്ചു മകൾ ഒരു വിദ്യാഭ്യാസത്തിൽ അതിനെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ട ഈ വ്യാജം നിങ്ങൾ എത്ര കാലം പറയും? ഈ വ്യാജം നിങ്ങൾ എത്ര കാലം പറയും ശ്രീ ഉല്ലാസ് ബാബു? ഞാൻ അങ്ങേ കേച്ചു തരാം.
ഞാൻ പറഞ്ഞുതരാം. എന്താണ് തുഞ്ചത്ത അത് ട്രസ്റ്റ് ആയപ്പോഴും അതിനു മുമ്പുള്ള എല്ലാ കാര്യങ്ങളുടെയും രേഖകളാണ് ഞാൻ അങ്ങ് അയച്ചു തരാം. ഈ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പ്രതിഭയുടെ കാര്യമാണ് പറയുന്നത്. അത് ഇനിയും ആവർത്തിക്കില്ലേ വ്യാജം? അത് ND വാസുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം തന്നെ നിരാകരിച്ച കാര്യമാണ്, നിഷേധിച്ച കാര്യമാണ്. ശരി, ഞാൻ എനിക്ക് അടിയന്തരമായിട്ട് 8:30 മുമ്പ് ഇടവേളയാണ്. ഞാൻ തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഉല്ലാസ് ബാബു ഈ നോമ്പുകാലത്ത് മലപ്പുറത്ത് ഹോട്ടൽ തുറക്കില്ല എന്ന വ്യാജം പറയുന്ന പോലെ പ്രതിമാ വ്യാജമായി പിന്നെയും വന്നാൽ പുതിയ കുട്ടികൾ ചോദിക്കില്ലേ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കില്ലേ? നിങ്ങളോട് ചോദിക്കില്ലേ? അതിന്റെ തലസ്ഥാനം തിരൂരാണ് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കില്ലേ? അതിന് നാമകരണം ചെയ്തതും സ്ഥാപിച്ചതും ലീഗുകാരനായ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബാണോ നിങ്ങൾക്കറിയില്ലേ ചോദിക്കില്ലേ? ഉദ്ഘാടനം ചെയ്ത് ഉമ്മൻചാണ്ടിയാണോ ചോദിക്കില്ലേ? അതിന് നിർദ്ദേശമുണ്ടായത് MABയുടെ കാലത്തല്ലേ നിങ്ങളോട് ചോദിക്കില്ലേ? 2022 നിങ്ങൾ സ്ഥാപിച്ച കേസുകളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്ന 1003 അംഗ സമിതി, നിങ്ങൾ ഉണ്ടാക്കിയ ആ സമിതി എത്ര എഴുത്തച്ഛൻ പ്രതിമകൾ നിർമ്മിച്ചു എന്ന് ചോദിക്കില്ലേ? നിങ്ങൾക്ക് അതിന് മറുപടി ഉണ്ടോ ഉല്ലാസ് ബാബു? ഞാൻ പറഞ്ഞോട്ടെ, നേരത്തെ ഏതുവരെ കേട്ടു എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇങ്ങോട്ട് ശബ്ദം കുഴപ്പമുള്ളത് കൊണ്ടാണ് ഞാൻ ലീഗിൻ്റെ പ്രതിനിധികൾ കൊടുക്കുന്ന മറുപടി. 14, 12, 4, 2, 1, 3, 1, 3 എന്ന അനുപാതത്തിൽ കൊടുക്കുന്ന സംവരണത്തിൽ 14 12 12, 14 ആകാനും ശ്രമിക്കുന്ന ഉദ്ദേശത്തിൻ്റെ പുറകിലുള്ള ദുരുദ്ദേശത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവാതെയൊന്നുമല്ല. പിന്നെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ടത്. നിങ്ങളുടെ സാഹോദര്യവും സമത്വം നേരത്തെ പറഞ്ഞില്ലേ, പട്ടി പാത്തിയ കല്ലിൻ്റെ മുകളിൽ ചന്ദനം പൂശിയ കേളപ്പായെന്ന് തളി ക്ഷേത്രത്തിലെ സമരത്തിനു വേണ്ടി നിങ്ങളത് കൈയടക്കിക്കൊണ്ട് ഉപദ്രവിച്ച സമയത്ത് EMSന്റെ കാലഘട്ടത്തിൽ 1960 ലീഗാണ് പറയുന്നത് ഞങ്ങൾ സാഹോദര്യത്തെ കൂട്ടുപിടിക്കുന്നുവെന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഹലോ 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 പോട്ടെ, പ്ലീസ് ഉല്ലാസ് പറഞ്ഞു പൂർത്തിയാക്കും. അല്ല, പരമ കള്ളമല്ലേ ആശ്മി പറയുന്നത്? എങ്ങനെ ഇടപെടാതിരിക്കൂ? ഞാൻ ചോദിച്ചോട്ടെ, വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ഈഴവ സമൂഹത്തിൽ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യേണ്ട വ്യക്തികൾ ഈ ഞാൻ ചോദിക്കട്ടെ, 10 പേര് കേരളത്തിന്റെ നവോത്ഥാന സാംസ്കാരിക മേഖലകളിൽ കൃത്യമായി നോക്കുന്ന സമയത്ത് 10 പേരെടുത്താൽ 5 പേരും അല്ലെങ്കിൽ 6 പേരും ഉണ്ടാകുന്ന ഈഴവ കമ്മ്യൂണിറ്റിക്ക് ഒരു സ്ഥലത്ത് പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ, അവിടെ ചില വിഭാഗങ്ങൾ ഇന്റൻഷനോട് കൂടി അത് കൈയടക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കും. അതിൽ വിഷമം വിചാരിച്ചില്ല. ഒരു ചെറിയ കുട്ടി ഒരു സമ്മാനം മേടിക്കാൻ സ്റ്റേജിൽ കയറുമ്പോൾ അതിനവിടെ കയറ്റരുതെന്ന് പറയപ്പെടുന്ന ആ സംസ്കാരത്തെ അംഗീകരിച്ചവരല്ലേ നിങ്ങൾ? മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്ന പഠിപ്പിക്കല്ലേ? ഇന്ത്യ വിഭജിക്കാൻ കൂട്ടുന്ന സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ആ ശാസ്ത്രത്തിന്റെ പുറകിലുള്ള കുട്ടികളല്ലേ? 2013 മലബാറിൽ സംസ്ഥാനമാകണമെന്ന് യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ട ആളുകളല്ലേ നിങ്ങൾ? ആ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരരുത്. സ്വന്തം ഭാര്യ മത്സരിക്കുമ്പോൾ ഭർത്താവിന്റെ പടം വെച്ച് അവിടെ രാജ്യത്തെ വെട്ടിമുറിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. നിങ്ങൾ എല്ലാറ്റിനെയും വർഗീയമായി ഞങ്ങൾ വർഗീയമായി നിങ്ങൾ അതിനെ കാണുന്നത് വർഗീയമാണ്. അവിടെയാണ് മുസ്ലിം ലീഗ് നിങ്ങൾ മലർന്ന് കണ്ടുപിടിക്കോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ണാടിയിൽ നോക്കിക്കോ. എന്നിട്ട് പറഞ്ഞോ മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്ന ഏറ്റവും വലിയ വർഗീയ പാർട്ടിയാണ്. വർഗീയമുണ്ട്, എന്റെ സമയം പൂർണ്ണമായി കഴിയുന്നു. പക്ഷേ ഈ ചർച്ച ഇനി ഈ പറയുന്ന സാമുദായിക അടിസ്ഥാനത്തിൽ, ഈ പറയുന്ന ജാതി അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കുമുള്ള പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ട്, ആ വിടവ് എത്രത്തോളം വലുതാണ് എന്ന ചർച്ചയിലേക്ക് നയിക്കുമെങ്കിൽ നല്ല കാര്യം. ആ ചർച്ചയിലേക്ക് നയിക്കേണ്ടത് പോസിറ്റീവ് ചർച്ചയാണ്. അല്ലാതെ നമ്മുടെ നാടിനെ വീണ്ടും ഭിന്നിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കി 10 വോട്ട് ഉണ്ടാക്കാനുള്ള വിഷം കലർത്തലാവരുത് എന്ന അഭ്യർത്ഥനയോടെ എൻകൗണ്ടർ പ്രൈം പൂർണ്ണമാവുന്നു.